ഹായ്, ഗുഡ് ഈവനിങ്. ഇന്ന് ഇപ്പൊ നമ്മുടെ 3 days ആയിട്ട് നടക്കുന്ന നമ്മുടെ ഈ ഒരു പ്രോഗ്രാമില് നമ്മുടെ 3rd day ആണ്. ഇന്നത്തെ ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇന്നത്തെ നമ്മുടെ സെഷൻ എടുക്കുന്നത് നമ്മുടെ ഡോക്ടർ സ്മിത മാം ആണ്. മാമിന് സ്മാർട്ട് ഇന്ത്യ ഫൗണ്ടേഷന്റെ പേരിലും ഞങ്ങൾ ഓരോരുത്തരുടെ പേരിലും ഒരുപാട് സ്നേഹത്തോട് കൂടിയിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മൾ ഈ സെഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ 2 ദിവസങ്ങളിലായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് അഡിക്ഷൻ എന്താണെന്നുള്ളത്, എങ്ങനെ ഒരു അഡിക്ഷനിലേക്ക് പോകുന്നു എന്നുള്ളതും അതില് ഫാമിലി വഹിക്കുന്ന റോൾ എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇന്ന് അതിൽ നിന്ന് എങ്ങനെ നമ്മൾ റിക്കവർ ചെയ്യാന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു സെഷനാണ്. നമുക്ക് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും ഇത്. നല്ലൊരു പാർട്ടിസിപ്പേഷനും നമുക്കിതിൽ ഉണ്ടാവണം. നമ്മൾ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാമിന് ഒരുപാട് സ്നേഹത്തോടു കൂടി ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്തേ. ഓഡിയബിൾ അല്ലേ? കേൾക്കാലോ? യെസ് മാം, കേൾക്കാം മാം. ശരി, അപ്പോ നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ എല്ലാവരും കുറച്ച് സമയം എന്നെ കേൾക്കാൻ റെഡി ആവുക എന്നുള്ളതാണ് കേട്ടോ. എന്നെ ഒന്ന് ശ്രവിക്കുക. എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ ബ്ലൂടൂത്തോ അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കാം. ഓക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരു വാക്ക്, അത് പ്ലസ് ആയിട്ടും മൈനസ് ആയിട്ടും ഒക്കെ തന്നെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അഡിക്ഷൻ എന്ന് പറഞ്ഞാല്. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോണത്? ഇപ്പൊ നമ്മളൊരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മളൊരു ഇൻട്രോ തന്നു. ഇപ്പൊ ഞാൻ ഡോക്ടർ സ്മിത പിള്ളൈ, 5 Points ഇന്റർനാഷണൽ സ്കൂൾ യോഗ സെന്റർ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു 18 വർഷമായി ഞാൻ ഈ ഒരു പ്രൊഫഷൻ ഞാൻ കൊണ്ടുപോകാൻ തുടങ്ങിയിട്ട്. അതില് ഈ എളമക്കര എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ 13 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. അപ്പോ ചില വിഷയങ്ങളിലേക്ക് നമ്മൾ വരുന്നത് ഒന്നും മുൻകൂട്ടി കരുതിയിട്ടൊന്നും ആയിരിക്കില്ല. നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ ഒരു എന്താ പറയാ, നമ്മുടെ ഒരു ഊഹാപോഹങ്ങളിലൂടെ ഇന്നതൊക്കെ അങ്ങനെ പല രീതിയിലാണ് നമ്മുടെ ഒരു എൻട്രി ഉണ്ടാവുന്നത്. കരിയർ വൈസ്ഡ് ആണെങ്കിലും ജീവിതത്തിന്റെ ഏതൊരു സാഹചര്യത്തിലൂടെയും കടന്നു പോകുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഇപ്പൊ യോഗ എന്ന് പറയുന്നത് ഒരു അഡിക്ഷനായി മാറി. അതാണ്. അപ്പൊ ആ അഡിക്ഷനെ ഞാൻ എങ്ങനെയാണ് പോസിറ്റീവാക്കി മാറ്റിയതും അത് മറ്റുള്ളവരിലേക്ക് അതിനെ ഞാൻ എങ്ങനെ സ്പ്രെഡ് ചെയ്തു. അപ്പം ആ ഒരു ചില വിഷയങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. പിന്നെ നമ്മുടെ ലൈഫിൽ ഇപ്പൊ നമ്മൾ ഫേസ് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. എന്തൊരു കാര്യത്തിനും ഒരു നാണയത്തിന് 2 വശമുണ്ട്. ഒരു പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുന്ന പോലെ നമ്മള് ചാപ്പ കുരിശ് അങ്ങനെയൊക്കെ പറയില്ലേ, നാണയത്തിന്റെ 2 വശങ്ങളുള്ളത് പോലെ നല്ലതും ചീത്തയായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. എന്ത് കാര്യവും അധികമായാൽ അമൃതം വിഷം എന്നാണ് പറയുന്നത്. പണ്ട് തൊട്ടേ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണത്. ഓക്കെ, അപ്പോ ഇവിടെ ഇപ്പൊ ഞാൻ എന്ന വ്യക്തി എനിക്ക് എന്റേതായിട്ടുള്ള ചില സ്വപ്നങ്ങളും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മള് കുഞ്ഞു കുട്ടികളായിരിക്കുമ്പോ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു ഏജ് ആയി കഴിയുമ്പോ, അല്ലെങ്കിൽ ഒരു ടീനേജ് എത്തിക്കഴിയുമ്പോ, അങ്ങനെ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളില് നമ്മുടെ വയസ്സുമായി ബന്ധപ്പെട്ട് ഓരോ വർഷവും കടന്നു പോകും തോറും നമ്മൾ ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നു. പല പല കാര്യങ്ങൾ നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നു, കാണുന്നു, എക്സ്പീരിയൻസ് ചെയ്യുന്നു അല്ലെ. അത് തൊട്ട് അറിഞ്ഞ് നമ്മൾ അതിനെ മനസ്സിലാക്കുന്നു. പിന്നെ കേട്ടറിഞ്ഞ് നമ്മൾ അതിന്റെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നു. അപ്പം എപ്പോഴും ഒരു അറിവിന്റെ പാതയിൽ കൂടി തന്നെയാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അതിനെ ഏതൊരു വിഷയത്തെ നമ്മൾ കാണുന്ന നമ്മുടെ കാഴ്ചപ്പാടാണ് ഇവിടെ ഏറ്റവും വലിയ ഒരു നമ്മുടെ ജീവിതത്തെ ഉന്നതിയിലേക്കും അതുപോലെ തന്നെ ബാക്കിലേക്കും ഒക്കെ വലിക്കുന്നത്. അതായത് മനുഷ്യൻ എന്ന് പറയുന്നത് അവന് ഒരുപാട് ഇഷ്ടങ്ങളുള്ള അവന്റെ ടേസ്റ്റ്. ഇപ്പൊ ചില ആൾക്കാർക്ക് മുൻകൂട്ടി അവരുടെ ജീവിതത്തിൽ ഇന്നതായി തീരണം, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ആവണം ഇങ്ങനെ ആവണം എന്നുള്ളത് ഉണ്ടാവും. പിന്നെ നമ്മുടെ കാലഘട്ടത്തിനനുസരിച്ച് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറെ വിഷയങ്ങൾ ഉണ്ടാവും. നമ്മുടെ വീട്ടിൽ നിന്ന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, സോഷ്യലി സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ചില വിഷയങ്ങൾ ഉണ്ടാവും. അങ്ങനെ പല പല കാര്യങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോ അഡിക്ഷൻ എന്ന വേർഡ് അത് A to Z
നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു വാക്ക് തന്നെയാണ്. പക്ഷെ അത് വ്യത്യസ്തമായിട്ടുള്ള അതിന് മുഖങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പം ശരിക്കും നമ്മളെ പറ്റി നോക്കുകയാണെങ്കിൽ ഞാൻ എന്ന വ്യക്തി അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബീയിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനൊരു ഫിസിക്കൽ ഫോമിലാണ് അവനുള്ളത്. ശരീരമുണ്ട്, കാണുന്ന ബോഡി, ഈ കാണുന്ന ജീവൻ ഉള്ള ഒരു ജീവനുള്ള ഒരു മനുഷ്യൻ, അതിനെ ജീവാത്മാവ് എന്ന് പറയും. അല്ലെങ്കിൽ അവനെ കാണുന്ന ശരീരം, ഫിസിക്കൽ ബോഡി, ഒരാളെ നമ്മൾ കാണുന്നത് അയാളുടെ ആ ബോഡിയുടെ ആ ഒരു പ്രസൻസിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ അയാളെ വിലയിരുത്തുന്നതും മനസ്സിലാക്കുന്നതും ഒക്കെ. അങ്ങനെ ആ ഒരു ഫിസിക്കലി ആയിട്ടുള്ള ഒരു കാര്യം, പിന്നെ കുറച്ച് അറിവിന്റെ ലോകത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അതിനെ സീരിയസ് ആയിട്ട് പല വിഷയങ്ങളെ കുറിച്ച് മനസ്സിലാക്കുകയും ജീവിതത്തെ വേറൊരു കാഴ്ചപ്പാടോടുകൂടി മെന്റൽ ബോഡി നമുക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മാനസികമായിട്ട് ആ പല വിഷയങ്ങൾ അറിയുകയും മനസ്സിലാക്കുകയും അറിയാത്ത കാര്യങ്ങൾ ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കുകയൊക്കെ ചെയ്യും. അപ്പൊ നമുക്ക് നമ്മുടെ മെന്റൽ ബോഡി ആൻഡ് ഫിസിക്കൽ ബോഡി, ഈ രണ്ട് ശരീരങ്ങളെയാണ് നമ്മൾ സാധാരണഗതിയിൽ ആൾക്കാർ കാണുന്നത്. എന്നാൽ നമുക്ക് വേറൊരു വേർഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്പിരിച്വൽ ബോഡി കൂടി ഉണ്ട്, ഒരു ഡിവൈൻ ഒരു പ്രൊട്ടക്ഷൻ, അതൊക്കെ നമുക്കുണ്ടാവും. ഈ 3 രീതിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പം നമുക്ക് ആദ്യത്തെ അറിവുകൾ നമ്മുടെ പാരന്റ്സിൽ നിന്ന് കിട്ടും. ഈ പാരന്റ്സ് ചില വിഷയങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു. അത് കഴിഞ്ഞ് നമുക്കൊരു അടുത്തൊരു ഗുരുവിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ആവുന്നു. അങ്ങനെ ഓരോ ഘട്ടത്തിലേക്ക് നമ്മൾ ഓരോരോ ആളുകളിലൂടെ കടന്നു പോകുന്നു. അവരിൽ നിന്ന് കുറെ ഇൻഫർമേഷൻസ് കിട്ടുന്നു. പിന്നെ ചില കാര്യങ്ങളോട് നമുക്ക് ചില ടേസ്റ്റുകൾ ഉണ്ടാവും. ചിലതിനെ കൂടുതൽ മനസ്സിലാക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ്, അതിനോട് വലിയൊരു താല്പര്യം. ഇപ്പൊ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു അഡിക്ഷൻ ആയിരുന്നത് TV കാണുന്നത്. ആദ്യമായിട്ട് ഒരു ഇൻസ്ട്രുമെന്റ് നമ്മളിലേക്ക് വന്നതാണ്. പല വിഷയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു കാര്യം കാണുമ്പോൾ നമ്മളൊക്കെ എന്താ ചെയ്തിരുന്നത്? ഓരോ സമയത്തും ഇപ്പൊ സീരിയലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ അടുത്തടുത്ത വീടുകളിൽ എവിടെയാണ് ഉള്ളതെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് പോകുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. ഇനി വേറൊരു വിഷയം എന്ന് പറഞ്ഞാല് ആ ഒരു സമയത്ത് മഹാഭാരതം, രാമായണം തുടങ്ങിയ കുറെ ഒരു സ്പിരിച്വലി ഉള്ള കുറെ പ്രോഗ്രാംസ് അല്ലെങ്കിൽ ബൈബിൾ സ്റ്റോറികൾ, അന്നൊക്കെ നമുക്ക് ബുക്കുകൾ വായിക്കുന്ന അഡിക്ഷൻസ് ഉണ്ടായിരുന്നു. ബുക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം വേറെ കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് അത്ര ലിമിറ്റേഷൻ ഉണ്ടായിരുന്നുകൊണ്ട് നമ്മൾ ബുക്സ് വായിക്കുന്ന ഒരു ശീലം നമ്മളിൽ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ TV കാണുന്നത്, ഈ ഒരു സാധനം ആദ്യമായിട്ട് വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ അതിന്റെ പുറകിൽ നമ്മൾ കുറെ ഓടുകയും കുറെ സ്ഥലത്ത് പോയിരുന്ന്, ഇപ്പോഴും ചില മൂവിയിലും ഒക്കെ തന്നെ പണ്ടത്തെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ കേൾക്കാറുണ്ട്. ചെന്നിരിക്കുമ്പോൾ ആളുകൾ പറഞ്ഞിട്ടുള്ള ഡയലോഗ്സും ഒക്കെ. അപ്പം ഇവിടെ എല്ലാത്തിനോടും ഈ ഒരു പ്രതിബദ്ധത, നമുക്ക് അതിനോടൊക്കെ ഉള്ള ഒരു അടങ്ങാത്ത ഒരു അഭിനിവേശം എന്നൊക്കെ പറയാം, ഒരു ഇഷ്ടം ചില വിഷയങ്ങളോട്, അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നല്ലതാണ്. ചില ആൾക്കാർക്ക് ഭക്തി ഒരു അഡിക്ഷൻ ആണ്. അപ്പൊ കൂടുതൽ പിന്നെ ഒരു പൊളിറ്റിക്സ് രീതിയിൽ അതിനെ ഒന്ന് ക്രോഡീകരിച്ച് അവരിലെ ഇതിലേക്ക് മാത്രം ഒതുക്കി കൊണ്ടുപോകുന്ന ചില സബ്ജക്റ്റുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ മനുഷ്യനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനൊരു ഓട്ടപ്പാച്ചിലാണ് ഓരോരോ കാര്യങ്ങളുടെ പുറകില്. പണം സമ്പാദിക്കുക എന്ന് പറയുന്നത് ചില ആൾക്കാർ അങ്ങനെയാണ്, അതിന്റെ പുറകിൽ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും അങ്ങനെ. എന്നാൽ ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ അഡിക്ഷൻ എന്നൊരു വേർഡ് പറയുമ്പോൾ എല്ലാവരുടെയും ഫോക്കസ് ചെയ്യുന്നത്, എല്ലാവരും നോക്കുന്നത് എന്താണ്? ഈ മദ്യം, മയക്കുമരുന്ന്, അങ്ങനെയൊക്കെയുള്ള ഡ്രഗ്സിന്റെ പുറകിലാണ് എല്ലാവരുടെയും ശ്രദ്ധ. എന്നാൽ നമ്മളെല്ലാവരും എല്ലാ വിഷയങ്ങളിലും അഡിക്റ്റഡ് ആണെന്നുള്ളതാണ്. ഒരു അറ്റാച്ച്മെന്റ് കൂടുതലാണ് നമുക്ക്. അത് എൻറ്റാങ്കിൾഡ് ആയിട്ട് കെട്ടുപണഞ്ഞ് കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അതിന്റെ ഉള്ളിൽ നിന്ന് പോരാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഈ അഡിക്ഷൻസ്. ഭയങ്കരമായിട്ട് അതിനെ നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ അതിനെ ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല, അതില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. മനുഷ്യർ തമ്മിലുള്ള അഡിക്ഷൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ കൂടുതൽ ഇപ്പൊ കാണുന്നുണ്ടല്ലോ, ഇപ്പം എല്ലാ തരത്തിലുള്ള എക്സാമ്പിൾസും ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ രണ്ട് പെൺകുട്ടികൾ തമ്മിലുള്ള ഒരു ഇഷ്ടം നമ്മൾ കാണുന്നുണ്ട് അല്ലെ. പിന്നെ ട്രാൻസ്ജെൻഡേഴ്സ്, അവര് അങ്ങനെ പലതരത്തിലുള്ള ആളുകളെ നമുക്ക് ഇന്ന് സമൂഹത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. രണ്ടുപേരും ഒരേ കാറ്റഗറിയിലുള്ള ആൾക്കാർ വിട്ടുപിരിയാൻ പറ്റാത്ത ഒരു ബോണ്ടിങ്ങോട് കൂടി നടക്കുന്ന ആളുകളെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ലിവിങ് ടുഗദറിൽ പോകുന്ന കുറെ ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള ആളുകളെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് ഒക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള അഡിക്ഷൻസ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഒരു അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അതിനോട് കൂടുതൽ താല്പര്യം, അതിനെ വിട്ടു മാറ്റി നിർത്താൻ നമുക്ക് പറ്റുന്നില്ല, എന്റെ കൂടെ അത് ഉണ്ടായേ പറ്റൂ എന്നുള്ള ഒരു ചിന്ത.
അപ്പം ഇതിൽ നിന്നൊക്കെ നമുക്ക് പുറത്തു കടക്കാൻ ഒരു വലിയ ബുദ്ധിമുട്ടാണ്. അതായത് ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ പുറത്തുള്ള സംസ്കാരങ്ങളെ നമ്മുടെ ഇതിലേക്ക് വലിച്ചഴച്ചു കൊണ്ടുവരുന്ന ഒരു പ്രവണത ഇന്ന് കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യാസങ്ങൾ നമ്മൾ കാണാൻ പറ്റും. പക്ഷെ ഇതൊക്കെ കാലഘട്ടത്തിനനുസരിച്ചൊക്കെ അങ്ങനെ തന്നെയാണ്. പണ്ട് കാലത്ത് ഇപ്പൊ 90-ലും 80-ലും അല്ലെങ്കിൽ 95-ലും 2000-ലും ഒക്കെ തന്നെ നമ്മുടെ മുതിർന്ന ആൾക്കാർ പറയാറുണ്ട്, ഈ കാലഘട്ടത്തിലെ പിള്ളേര് ഇങ്ങനെയാണ്, ഈ കാലഘട്ടത്തിലെ ആളുകളോട് പറഞ്ഞിട്ട് കാര്യമില്ല, അവരങ്ങനെയാണ് അവരിങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നത് കേൾക്കുന്നുണ്ട്. ആ ഒരു പറച്ചില് ഇന്നും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്നാണ് മനസ്സിലായി. അപ്പൊ എല്ലാ കാലഘട്ടത്തിലും എല്ലാനും ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ട്. ഇപ്പൊ നമ്മള് ഇപ്പം പണ്ടത്തെ നമ്മൾ മൂവീസ് തന്നെ എടുത്ത് നോക്കിയേ, മിക്ക സിനിമകളിലും ഇപ്പൊ ബാലൻ കെ നായർ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ മനസ്സിലാക്കും അതിനകത്തൊരു പീഡനം ഉണ്ടാവും. അത് ഒരു നമ്മള് മുൻധാരണ നമുക്ക് ഓൾറെഡി വന്നു കഴിയും. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഇതിനകത്ത് അതായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും. അപ്പൊ എല്ലാ കാലഘട്ടത്തിലും എല്ലാവരും ഈ ഭൂമിയിൽ ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാ കാലഘട്ടത്തിലും എല്ലാം ആളുകൾ ആസ്വദിക്കുകയും ആളുകൾ ചെയ്തു കൂട്ടുകയും ചെയ്തിരുന്നു. അന്നും ഉണ്ടായിരുന്നു മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതും ഒക്കെ അങ്ങനത്തെ കാര്യങ്ങളും. നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലത്തെ ഉപയോഗങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ അന്നും ഉണ്ടായി, എന്നും ഉണ്ട്, എല്ലാപ്പോഴും ഉണ്ട്. പക്ഷെ ഇവിടെ എന്താന്ന് വെച്ചാല് എന്ത് കാര്യം ഉപയോഗിക്കുന്നതിലോ അല്ലെങ്കിൽ ശീലമാക്കുന്നതിലോ ഒന്നും തെറ്റൊന്നുമില്ല. പക്ഷെ അതിനെ എങ്ങനെ മോഡറേറ്റ് ചെയ്യാന്നുള്ളതാണ്, അതിനെ മോഡറേറ്റ് ചെയ്ത് വെക്കാന്നുള്ളതാണ്. അതിനെ ഓവറായിട്ട് അതിൽ മൂക്കും കുത്തി വീഴാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവരുത്. ഇപ്പൊ നമ്മള് ഫുഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ഫുഡ് നമ്മളാണ് കഴിക്കേണ്ടത്, അല്ലെ? ഫുഡ് നമ്മളെ കഴിക്കരുത്. നമ്മളെ ഫുഡ് കഴിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും? നമ്മളാണ് ഭക്ഷണം കഴിക്കേണ്ടത്, അല്ലെ? അപ്പൊ നമുക്ക് ബോധം ഉണ്ടായിരിക്കണം. നമ്മുടെ കോൺഷ്യസ് ലെവല് എങ്ങനെയാണെന്നുള്ളത് നമ്മള് ബോധത്തിന്റെ ലെവല് ഉയർത്താൻ വേണ്ടി നമുക്ക് പറ്റണം. അപ്പൊ നമ്മളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ഞാൻ എന്ന വ്യക്തി, ഹൂ ആം ഐ, ഞാൻ ആരാണ്, ഞാൻ എന്താണ്, എനിക്കൊരു ഹ്യൂമൻ ബോഡി ഉണ്ട്. അതിൽ ഞാൻ ചിന്തിക്കുന്ന ചില സംഭവങ്ങൾ ഞാൻ ചിന്തിക്കുന്നുണ്ട്, ഞാൻ ആലോചിക്കുന്നുണ്ട്, പ്ലാൻ ചെയ്യുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ എന്റെ സിസ്റ്റം എന്താണെന്ന് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. എന്താണ് ഞാൻ എന്താണ്, എന്റെ ദൗത്യം എന്താണ്, എന്തിനാ ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത്? അതായത് ഇതൊരു യൂണിവേഴ്സിറ്റിയാണ്, അല്ലേ? ഇതൊരു യൂണിവേഴ്സിറ്റിയാ, വേൾഡ് യൂണിവേഴ്സിറ്റി. ഇതിനകത്ത് ഒരുപാട് പേര് പഠിക്കാൻ വന്നിരിക്കുക, കോളേജാ ഇത്, കേട്ടോ. അപ്പൊ നമ്മളെല്ലാവരും പഠിക്കാൻ വന്നിരിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ അച്ഛൻ, അമ്മ, സഹോദരങ്ങള്, മക്കള്, ഇപ്പൊ കല്യാണം കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ മക്കളുണ്ടാവും, ഭാര്യ, അവരുടെ വീട്ടുകാര്, നാട്ടുകാര്, ഫ്രണ്ട്സ് തുടങ്ങി A to Z ആരൊക്കെയാണോ നമുക്ക് ഓർമ്മ വെച്ച സമയം തൊട്ട് ഇപ്പോ വരെ നമ്മളുമായിട്ട് ഇടപഴകിയിട്ടുള്ളത് അവരെല്ലാവരും നമുക്ക് ഓരോ അറിവ് തന്നുകൊണ്ടിരിക്കുക, ഓരോ നോളജ് തരികയാണ്, നമ്മളെ പഠിപ്പിക്കുകയാണ്. മനസ്സിലായോ? ഓരോ എക്സ്പീരിയൻസ് എടുക്കുകയാണ് നമ്മൾ ജീവിതത്തില്. ആ എക്സ്പീരിയൻസിന്റെ കൂട്ടത്തില് ആവശ്യമുള്ളതും ഇല്ലാത്തതും എടുക്കുന്ന കുറെ ആൾക്കാരെ നമുക്ക് കാണാം. അത് ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു കാര്യം ഞാൻ ചെയ്താൽ എനിക്ക് അതിൽ നിന്ന് മാനസികമായിട്ട് വളരെ ഫ്രീ വില്ലോട് കൂടി തിരിച്ചു പോരാൻ പറ്റുമോ എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. ഒരു കാര്യം ശീലമാക്കുന്നതിൽ തെറ്റൊന്നുമില്ല, മനസ്സിലായോ? അതിനെനിക്ക് ആവശ്യത്തിന് യെസ് ഓർ നോ പറയാൻ പറ്റുമോ, എനിക്കത് വേണം അത് വേണ്ട എന്ന് പറയാൻ പറ്റുമോ എന്നുള്ളിടത്താണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പം മെന്റൽ ഹാർമണി അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ സ്വയം സൃഷ്ടിക്കുന്നതാണ്, മറ്റൊരാളുടെ കയ്യിലല്ല അതിരിക്കുന്നത്. അതിന്റെ ചാവി നമ്മുടെ ഉള്ളിലാ. നമ്മളുടെ കാഴ്ചപ്പാടനുസരിച്ച് നമ്മളാണ് അത് ആയി തീരേണ്ടത്. മനസ്സിലായോ? അപ്പൊ അറിവുകൾ നമുക്ക് ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യും. ഓരോ അറിവും നമുക്ക് ഓരോ പൊൻതൂവലാണ്. ഇപ്പൊ എന്റെ നോളജും അല്ലെങ്കിൽ എന്റെ അറിവും ആയിരിക്കില്ല മറ്റൊരാൾക്ക്. ഇപ്പൊ നമ്മൾ ഈ ഗ്രൂപ്പിൽ കയറിയിട്ടുള്ള എല്ലാ ആൾക്കാർക്കും അവരുടേതായിട്ടുള്ള നോളജിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് എല്ലാവർക്കും അറിവുണ്ട്. അപ്പൊ ആരും ഒന്നും കുറവല്ല, ആരും കൂടുതലും അല്ല, എല്ലാവരും റെസ്പെക്റ്റീവ് ആണ്. പരസ്പരം നമ്മൾ അവരെ ബഹുമാനിക്കുകയും അതനുസരിച്ച് മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യണം. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ചാൽ ഒരു വിഷയത്തെ നമ്മൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ്. ചിലര് വളരെ സെൻസിറ്റീവ് ആയിരിക്കും, വളരെ സോഫ്റ്റ് മൈൻഡഡ് ആയിരിക്കും. എന്ത് പറഞ്ഞാലും പെട്ടെന്ന് അങ്ങ് വിശ്വസിക്കും അവര്. വളരെ പാവം പിടിച്ച ആൾക്കാരില് മൈൻഡിന്റെ ലെവൽസ് വ്യത്യസ്തമായിരിക്കും. മൈൻഡിന്റെ ആ കോൺഷ്യസ് ലെവൽ അവർക്ക് ഒരു കാര്യത്തെ ഗ്രാസ്പ് ചെയ്യുന്നത്, ഒരു കാര്യത്തെ അവർ ഉള്ളിലേക്ക് എടുക്കുന്ന രീതി വ്യത്യസ്തമായിരിക്കും. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ശരിയായ നോളജില് ആളുകൾ എടുക്കണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. മനസ്സിലായോ? ഇനി ഈ കേൾക്കുന്ന വ്യക്തിയിലാണ് ആസ്വാദനം ഇരിക്കുന്നത്.
ഇപ്പൊ നമ്മൾ പറയുന്ന വിഷയങ്ങൾക്ക് അവർ പറയണം ഓ ക്ലാസ് അടിപൊളിയായിരുന്നു കേട്ടോ എന്ന് അവര് പറഞ്ഞാൽ അത് എന്റെ ഗുണം കൊണ്ടല്ല, എന്റെ സിസ്റ്റം അല്ല അത് റിയലൈസ് ചെയ്തത്. എന്നെ കേൾക്കുന്നവരുടെ ഉള്ളിൽ ഒരു ആസ്വാദനം ഉണ്ടായിരുന്നു, അതാണ് വർക്കൗട്ട് ചെയ്തത്. മനസ്സിലായോ? നമ്മുടെ മുന്നിലിരിക്കും, നമ്മളൊരു മിറർ പോലെയാണ്, മിററാണ്. ആ മിറർ ഇമേജ് ആണ് സംസാരിക്കുന്നത്. ഇപ്പൊ ഞാനൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ മറ്റൊരാൾ അത് നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു ഫുഡ് എടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ ആ ടേസ്റ്റ് പറയുന്ന ആളുടെ നാവിലെ ടേസ്റ്റ് ബഡ്സിന്റെ ഗുണമാണ് അത് ടേസ്റ്റ് ഉണ്ട് എന്ന് പറയുന്നത്. എന്നാൽ അതേ സെയിം സാധനം മറ്റൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞാല് അയാൾ പറയാ ഇതിന് അത്ര ടേസ്റ്റ് ഒന്നുമില്ല. കാരണം അയാളുടെ കാഴ്ചപ്പാടും അയാളുടെ എക്സ്പീരിയൻസും, ചിലപ്പോൾ അയാളുടെ അമ്മ സെയിം സാധനം അതിലും ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവും. ഇനി ചില ആൾക്കാർക്ക് നമ്മുടെ അമ്മ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ല ടേസ്റ്റ്, വേറെ ആരെന്ത് കൊടുത്താലും അവർക്ക് ഒരു ടേസ്റ്റും കാണില്ല. അത് 100 കുറ്റം പറയുന്ന ആൾക്കാരുണ്ടാവും. മനസ്സിലായില്ലേ? അപ്പൊ ഓരോന്നും ഓരോ രീതിയിലാണ്. മനസ്സിലായി? ഇവിടെ നമ്മളെല്ലാവരും യുണീക്ക് ആണെന്നുള്ള കോമൺ ആയിട്ടുള്ള ഒരു സത്യം, അത് സത്യം തന്നെയാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ വാക്ക് എന്ന് പറയുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും സിസ്റ്റം, ഈ ബോഡി പഞ്ചേന്ദ്രിയങ്ങളുണ്ട്, കണ്ണ്, മൂക്ക്, ചെവി, നാക്ക്, ത്വക്ക്, ഇതൊക്കെ നമുക്കുണ്ട്. എല്ലാം ഒന്ന് തന്നെയാണ്, നമ്മൾ സിമിലർ ആണ് എല്ലാവരും, സിമിലാരിറ്റിയിലാണ് എല്ലാ ഹ്യൂമൻ ബീങ്സും ഉള്ളത്. പക്ഷെ ആ സിസ്റ്റം വർക്ക് ചെയ്യുന്ന വ്യത്യാസമുണ്ട്. അപ്പൊ അത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റാം? ഇപ്പൊ നമുക്ക് കറണ്ട്, ഇലക്ട്രിസിറ്റി നമുക്ക് ഫാനിൽ വരുമ്പോ കാറ്റ് തരുന്നു, എ സിയിൽ വരുമ്പോ തണുപ്പാ തരണേ. എന്നാൽ അയൺ ബോക്സിൽ അയൺ ചെയ്യുമ്പോഴോ നമ്മുടെ വസ്ത്രം ചുളുക്കുകളില്ലാതെ നല്ല ഭംഗിയായിട്ട് അയൺ ചെയ്ത് കിട്ടും, അല്ലെ? അതേ സെയിം സാധനം തന്നെയാണ് പല സ്റ്റോർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന, അല്ലെ? ഫ്രിഡ്ജിലും ഫ്രീസറിലും ഒക്കെ തന്നെ യൂസ് ചെയ്യുന്നു. അങ്ങനെ അതിന്റെ സ്വഭാവം അനുസരിച്ച് എവിടെയാണോ അതിനെ ഇൻസേർട്ട് ചെയ്യുന്നത് അതനുസരിച്ചുള്ള ഗുണം അത് കാണിക്കും. മനസ്സിലായോ? അതൊരു വലിയ പോയിന്റാ. ഇതെന്തിനാ ഇത് പറയണെന്നറിയോ? എല്ലാ മനുഷ്യരുടെയും അവന്റെ ഉള്ളിലെ എക്സ്പീരിയൻസ്. ചിലവര് ഇപ്പം ഓരോ മിത്തോളജി അനുസരിച്ച് പൂർവ്വജന്മത്തിലെ കർമ്മകളെയൊക്കെ പറയും. ഇപ്പൊ യോഗശാസ്ത്രത്തിലൊക്കെ അങ്ങനെ മെൻഷൻ ചെയ്യുന്നുണ്ട്. നമുക്കത് വേണമെങ്കിൽ വിശ്വസിക്കാം, അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കാം. അപ്പൊ ഓരോ വ്യക്തികൾ വരുമ്പോ അവര് പറയും അയ്യോ ഈ ജന്മത്തിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ എന്താ ഇങ്ങനെ അനുഭവിക്കണേന്ന്. പിന്നെ ചിലര് പറയും അവരെത്ര ഡീസന്റ് ആയിരുന്നു, അവർക്ക് ക്യാൻസർ വന്നു, പക്ഷെ അവര് നന്നായിട്ട് ഫുഡ് കഴിക്കുന്നത്, അവരുടെ എക്സർസൈസ്, എല്ലാ കാര്യം പക്കയാന്ന്, പക്ഷെ അവർക്ക് എന്താണ് അസുഖം വന്നതെന്ന്. അപ്പം ഓരോരുത്തരുടെയും എക്സ്പീരിയൻസും അവരുടെ ഉള്ളിലിരുന്ന് അവര് ചിന്തിക്കുന്ന രീതികളും മറ്റു കാര്യങ്ങളും ഇനി അവരെ തന്നെ പീഡിപ്പിക്കുന്നുണ്ടോന്ന് അവർക്ക് തന്നെ അറിയുള്ളൂ. മനസ്സിലായോ? അപ്പൊ ഇവിടെ വലിയൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ അഡിക്ഷൻസിലേക്ക് പോകുന്നതോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും വലിയ പ്രശ്നമൊന്നുമല്ല. ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകള് ചില കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൽ നിന്ന് വിട്ടുപോരാനുള്ള ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. പെട്ടെന്ന് അത് റിലീസ് ചെയ്യാൻ അവർക്ക് പ്രയാസമായിരിക്കും. എന്നാൽ മറ്റു ചില ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ യൂസ് ആൻഡ് ത്രോ, നമ്മൾ ഡിസ്പോസ് ചെയ്ത് കളയില്ലേ, ഇപ്പം ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ചായ കുടിച്ച് മഗ്ഗൊക്കെ വലിച്ചെറിയുന്ന പോലെ, വിഷയങ്ങളെയും വ്യക്തികളെയും ഒക്കെ അതേപോലെ യൂസ് ചെയ്ത് വലിച്ചെറിയുന്ന കളയുന്ന ആളുകള്, അവർക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കാരണം അവരുടെ എക്സ്പീരിയൻസും അവരങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വന്നിരിക്കുകയാണ്. അപ്പൊ അവരുടെ മൈൻഡിന്റെ അവസ്ഥ അവർക്ക് ആ രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. പക്ഷെ മറ്റു ചിലർക്ക് അതൊന്നും പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള അഡിക്ഷനിലേക്കൊക്കെ പെട്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ അവര് സ്വയം തീരുമാനിക്കാതെ, ഒരു വ്യക്തി ഞാൻ നന്നാവണം, അല്ലെങ്കിൽ എനിക്ക് എന്റെ ലൈഫിൽ ഇത് ശരിയാവില്ല, ഞാൻ ഇതിന്ന് പുറത്ത് കടന്നേ പറ്റൂ എന്നുള്ള ഒരു ഇൻസൈറ്റ്, ആ വേർഡിന് വളരെ പ്രാധാന്യമുണ്ട് കേട്ടോ. ആ ഇൻസൈറ്റ് ഉള്ള ആളെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ? ഇപ്പൊ നമ്മളെ കേൾക്കുന്ന ആളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള അഡിക്ഷൻസ്, ഇനി നോക്കുക ഡ്രഗ്സ് മാത്രമാണോ അഡിക്ഷൻ? അല്ല, ഞാൻ വേറെ കുറെ കാര്യങ്ങൾ പറഞ്ഞു, അല്ലെ? ഈ ലൈഫിൽ ഒരുപാട് അഡിക്ഷൻ ഉണ്ട്. ഈവൻ സെക്സ് വരെ അഡിക്ഷൻ ആണ്. എല്ലാം അഡിക്ഷൻസ് ആണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഓരോ വിഷയങ്ങളെയും മോഡറേറ്റ് ചെയ്ത് യൂസ് ചെയ്യാന്നുള്ളതാണ്. കൃത്യമായിട്ടുള്ള ഉറക്കം, കൃത്യമായിട്ടുള്ള ജോബ്, വർക്ക് ചെയ്യണം, എന്നാലേ നമുക്ക് മണി ഉണ്ടാവുള്ളൂ, അല്ലെ? അപ്പൊ സമ്പത്ത് സമ്പാദിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അത് നമ്മൾ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം. അതുപോലെ നമ്മുടെ സ്ലീപ്പ് കറക്റ്റ് ആയിരിക്കണം, നമ്മുടെ തോട്ടുകൾ മോഡറേറ്റ് ചെയ്ത് വെക്കണം. എല്ലാം ജീവിതത്തിൽ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന, നമ്മളെ പുരോഗതിയിലേക്ക് ഉയർത്തിക്കൊണ്ടു പോകുന്ന, നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും നമുക്ക് ഉപകാരം ഉണ്ടാകുന്ന എല്ലാ വിഷയങ്ങളെയും നമ്മൾ എന്ത് ചെയ്യുക, ഓവർ ആക്കരുത്. അഡിക്ഷൻസ് എന്തായാലും വാട്ട് എവർ മേ ബി, അതിനെ നമ്മൾ മോഡറേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതം നന്നായിട്ട് സുന്ദരമായിട്ട് പോവുക. അപ്പൊ അതിന് ഇത് തന്നെ വേണം എന്നൊന്നുമില്ല. ഇപ്പൊ ചിക്കനോട് അഡിക്ഷൻ, ചിക്കൻ കഴിക്കുന്ന, കുഴിമന്തിയോട് അഡിക്ഷൻ, അതൊക്കെ ഇല്ലേ ഇപ്പോ? അതൊക്കെ വളരെ ഇതാണ്. പിന്നെ നമുക്കറിയാലോ അഡോളസെന്റ് അല്ലെങ്കിൽ പിയർ ഗ്രൂപ്പുകളിൽ ഒരു അഡിക്ഷൻ ഉണ്ട്. അവരുടെ ആ ഒരു കൂട്ടായ്മയിൽ ഒരു ഇതുണ്ട്. വേറെ ആരെന്ത് വിളിച്ചാലും അവർ ചിലപ്പോൾ അങ്ങോട്ട് പോവില്ല. പക്ഷെ ആ പിയർ ഗ്രൂപ്പിലെ ആൾക്കാർ വിളിച്ചു കഴിഞ്ഞാൽ അവരുണ്ടല്ലോ
ജീവൻ കൊടുത്തും അവർ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ. അപ്പൊ അതെന്ന് വെച്ചാൽ അത് എല്ലാം വ്യത്യസ്തമായ രീതികളിൽ ഫോം ചെയ്യുന്ന ഒരു ബോണ്ടിങ് ആണ് ആ വസ്തു വ്യക്തി അതിനോടൊക്കെ. അപ്പൊ ഇവിടെ ഒരു അറ്റാച്ച്മെന്റ് എത്ര കൂടുന്നോ അത് എൻഡാങ്കിൾഡ് ആയി കെട്ടുപണഞ്ഞ് കിടക്കുന്ന അവസ്ഥ, അതിൽ നിന്ന് എനിക്ക് പുറത്ത് കടക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇങ്ങനത്തെ വിഷയങ്ങൾ എല്ലാവരിലും ഉണ്ടാവും. റിലേഷൻഷിപ്പില് അതുപോലെ ഒരു അഡിക്ഷൻ ആയിട്ട് കിടക്കുന്നവരുണ്ടാവും. പിന്നെ ഇത്തരത്തിലുള്ള നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ നിത്യജീവിതത്തിൽ നമുക്ക് ഒരു സപ്പോർട്ടും തരാത്ത പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള ഡ്രഗ്സ് പോലുള്ള സാധനങ്ങളൊക്കെ, ഇങ്ങനത്തെ കുറെ സ്റ്റഫുകളൊക്കെ യൂസ് ചെയ്യുന്നത്, അതിലേക്കൊക്കെ പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റില്ല. വലിയ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ സ്നേഹം ഒരു അഡിക്ഷനായി മാറുന്ന ആൾക്കാരുണ്ട്. ഒരു പ്രണയം അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്നിട്ട് ജീവിതം പോലും പിന്നെ ഒഴിഞ്ഞു വെച്ച് കല്യാണം പോലും കഴിക്കാണ്ട് നിൽക്കുന്ന ആളുകളൊക്കെ നമ്മൾ ഒരു കാലഘട്ടത്തിൽ കണ്ടിട്ടുണ്ട്. ഇപ്പൊ പിന്നെ അത് വേറെ ലെവലിലേക്കൊക്കെ മാറി. അങ്ങനെ ഇപ്പൊ നിർബന്ധങ്ങളില്ലാത്ത ഒരവസ്ഥയായി. പണ്ട് കാലത്തൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നില്ലേ? അപ്പൊ ഇത് പല രീതിയിലാണ് ഇത്തരത്തിലുള്ള അഡിക്ഷൻസ് പോകുന്നത്. അപ്പൊ ഇതിനെയൊക്കെ ഡിറ്റാച്ച് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതിനെ നമുക്ക് നമ്മുടെ ചില മൊഡ്യൂൾസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിറ്റാച്ച്മെന്റിലേക്ക് പ്രാക്ടീസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ MSW കൗൺസിലിംഗ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള മെന്റൽ സപ്പോർട്ടുകളോട് കൂടി വരുന്നുണ്ടാവും. ചില നോളജ് നമ്മളെ ചില വിഷയങ്ങളിൽ നിന്ന് പുറത്ത് കടക്കാൻ സഹായിക്കുന്നുണ്ടാവും. ചില പ്രാക്ടീസുകൾ നമ്മളെ പുറത്ത് കടക്കാൻ സഹായിക്കുന്നുണ്ടാവും. മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഇപ്പൊ ചില ആൾക്കാർക്ക് ഇപ്പൊ റീസെന്റ് ഒരാള് നമ്മളോട് സംസാരിച്ചു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള വലിയൊരു ഡിപ്രഷൻ, ക്യാൻസർ പേഷ്യന്റ് ആയിട്ടുള്ള ഒരാളെ മാരി ചെയ്യുന്നു, കുറെ കാലം അവരുടെ കൂടെ ജീവിക്കുന്ന ഒരു കുട്ടി ഉണ്ടാവുന്നു, പിന്നെ അവർ ഡിവോഴ്സ് ചെയ്ത് പോയി വേറെ കല്യാണം കഴിക്കുന്ന ഒരു അവസ്ഥയൊക്കെയാണ്. അപ്പൊ അത്തരത്തിലുള്ള ജീവിതത്തിൽ നമുക്ക് വളരെ സ്ട്രേഞ്ച് ആയിട്ട് കാണുന്ന പല വിഷയങ്ങളിൽ ആളുകൾ പെട്ടുപോയിട്ട് അവരുടെ ആ പെയിൻ അവർക്ക് അതിനെ ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല ഫോറിൻ കൾച്ചറും ഒക്കെ തന്നെ നമ്മുടെ നാട്ടിലേക്ക് അഡോപ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയും നമ്മൾ കാണുന്നുണ്ട്. പിന്നെ കുറെ മീഡിയകള്, പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ കുറെ അധികം കുട്ടികളിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇത്തരത്തില് ഏത് രീതിയിലുള്ള അഡിക്ഷൻ ആയാലും, ഇപ്പൊ ആൽക്കഹോളിക് ആണെങ്കിലും അതുപോലെ ഡ്രഗ്സോ വാട്ടെവർ ഏത് അഡിക്ഷൻ ആണെങ്കിലും അതിനെ നമ്മൾ ശരിയായ രീതിയിൽ അതിനെ മാറ്റി നമ്മുടെ മനസ്സിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റണം. നമ്മുടെ പാറ്റേണുകളെ ബ്രേക്ക് ചെയ്യുക, പാറ്റേൺസിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പറ്റണം. ചില ആൾക്കാർ അങ്ങനെയാണ്, ചില കാര്യങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അതിനോട് ഭയങ്കര ഇതായിരിക്കും, പിന്നെയും എടുക്കണം എന്നുള്ളത്. ഇപ്പൊ ഷുഗർ പേഷ്യൻസ്, അവർക്ക് ഷുഗർ ആണെങ്കിൽ വീട്ടുകാർ എന്ത് കൊടുക്കില്ല? ഷുഗർ കൊടുക്കില്ല. അപ്പൊ ആ ഷുഗർ ആയിട്ടുള്ള സാധനം കണ്ടാൽ പിന്നെ അവർക്ക് എന്തായിരിക്കും? അത് എടുക്കണം എന്നുള്ളൊരു ടെൻഡൻസി, മാനസികമായിട്ടുള്ള ഒരു സാധനം അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ സിസ്റ്റത്തെയും നമ്മുടെ ജീവിതത്തിന്റെ ക്വാളിറ്റിയാണ് ഇവിടെ പ്രധാനം. ലൈഫിന്റെ ക്വാളിറ്റി തിരിച്ചറിയുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എന്താണെന്ന് തിരിച്ചറിയാൻ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും നമ്മൾ എങ്ങനെ കൊണ്ടുപോയാലാണ് നമുക്ക് ഇവിടെ സുഗമമായിട്ട് ജീവിച്ചു പോവാന്നുള്ളത് മനസ്സിലാക്കണം. ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത്, ഏത് രീതിയിലുള്ള ഒരു എൻറ്റാങ്കിൾമെന്റ്, ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് വ്യക്തികൾ തമ്മിൽ നല്ല സ്നേഹമാണെന്ന് വിചാരിക്കാം. ഇവർ ഏതു നേരം ഒട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവിടെ ഫ്രീഡം ഉണ്ടോ? ഇല്ലല്ലോ. എപ്പോഴും ഇങ്ങനെ ഒട്ടിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നത് എന്തൊരു ശല്യം അത്. നോക്കിയേ, വിക്രമാദിത്യവും വേതാളം 24 മണിക്കൂർ അതിന്റെ പുറത്തായിരിക്കും അല്ലെ. അതുപോലെ ഒരു ചെടി കയറിപ്പോണെങ്കിൽ ഇത്തിക്കണ്ണി എന്ന് പറഞ്ഞ സാധനം കണ്ടിട്ടില്ലേ? മരത്തിന്റെ മേളിൽ ചുറ്റിപ്പണഞ്ഞ് കയറിയിട്ട് അതിനെ ജീവിക്കാൻ സമ്മതിക്കില്ല. അങ്ങനെ മരം ഉണങ്ങിപ്പോകും. ഈ സാധനം കയറി അങ്ങ് വളരും. ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതൊന്നും നമുക്ക്, പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിന്റെ അവസ്ഥകൾ നമുക്ക് അറിയാലോ. നമ്മുടെ കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസും അൺകോൺഷ്യസും സൂപ്പർ കോൺഷ്യസ് മൈൻഡുകളെ കുറിച്ച് നമ്മൾ നന്നായിട്ട് തന്നെ മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞൊരു പൊട്ടന്റെ സ്വഭാവമാണ്. അതിന് പൊട്ടനോ അതിനൊന്നും അറിയില്ല. നമ്മൾ എന്ത് ഇട്ട് കൊടുക്കുന്നു അത് അവിടെ കിടന്ന് പൊട്ടി മുളയ്ക്കും. അപ്പൊ നമ്മൾ ഏറ്റവും ക്വാളിറ്റി ഉള്ള കാര്യങ്ങൾ, തോട്ട്സ് വേണം അതിനകത്ത് ഇൻസേർട്ട് ചെയ്യാനായിട്ട്. ആ തോട്ടുകളെ, നെഗറ്റീവ് തോട്ട്സിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. അത് എയർ ക്ലെൻസിങ് ആണ്. നമ്മൾ സാധാരണ യോഗയിലൊക്കെ നമ്മൾ ചെയ്യുന്നത് എയർ ക്ലെൻസിങ് ആണ് ചെയ്യുക. ന്യൂറോൺസിനെ സ്ട്രെസ് വന്നിരിക്കുന്ന അവസ്ഥയിൽ അതിനെ ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില പ്രൊസീജിയർ ഉണ്ട്. അത് ഞാൻ 1-2 പറഞ്ഞുതരാം കേട്ടോ. അത് നമുക്ക് ഇവിടെ ചെയ്ത് നോക്കാം. പിന്നെ നമുക്കിപ്പോ സൈക്കോതെറാപ്പിയിലും ഒക്കെ തന്നെ പല പ്രാക്ടീസുകളിലും നമ്മുടെ നെഗറ്റീവ് തോട്ട്സിനെയും പോസിറ്റീവ് തോട്ട്സിനെയും നമ്മൾ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അത് അനലൈസ് ചെയ്യുന്നത് നമുക്ക് അപ്പൊ എന്തിനോടാണ് എനിക്ക് കൂടുതൽ താല്പര്യമുള്ളത്, നമ്മുടെ ആ സ്വഭാവം, ഞാനെന്ന വ്യക്തി എന്താണെന്നുള്ളത് ഒരു ടേബിള് തയ്യാറാക്കി വെക്കുന്നതൊക്കെ നല്ലതാണ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറ്റുക? നമുക്ക് നമ്മളെ ക്വാളിഫൈ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? നമ്മൾ ക്വാളിഫൈ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ സെൽഫായിട്ട് നമുക്ക്
മാറാൻ പറ്റണം. നമ്മൾ തന്നെ വിചാരിക്കണം നമുക്ക് കടന്നു പോകണമെങ്കിൽ. മറ്റൊരാൾക്ക് നമ്മളെ നമ്മുടെ സിസ്റ്റത്തിൽ കയറി ഓപ്പറേഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പൊ അത്തരത്തില് ഒരുപാട്, പക്ഷെ നമുക്ക് നോളജ് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ കൊടുക്കാൻ പറ്റും. പുട്ടിന് തേങ്ങ ഇടുന്ന പോലെ അങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷെ അത് നമ്മളാണ് അത് തിരിച്ചറിഞ്ഞ് ചെയ്യേണ്ടത്. അപ്പൊ അതിന് നമുക്ക് ഇങ്ങനെ സൊല്യൂഷൻസ് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. നമ്മളെ അനലൈസ് ചെയ്യാം. അപ്പൊ അതിനകത്ത് നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ടാവും. ഞാൻ എന്താണെന്നുള്ളത്, എന്റെ നെഗറ്റീവ് തോട്ട്സ്. ഒരു മിനിറ്റ്, ഒരു സമയം ഞാൻ ഇരിക്കുമ്പോൾ, നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. വെറുതെ ഇരിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ ഏത് രീതിയിലാണ് പോണത്, അതാണ് നമ്മുടെ ശരിയായ സ്വഭാവം. മനസ്സിലായി? മറ്റുള്ള നമ്മൾ ആക്ട് ചെയ്യുവാണ്, അഭിനയിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഏറ്റവും വലിയ അഭിനേതാക്കളാണ്. നമുക്ക് ഓരോ വ്യക്തിയിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ആ വ്യക്തിയുമായി നമ്മളും തമ്മിൽ ലിങ്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു ക്യാരക്ടർ ഫോം ചെയ്യുന്നുണ്ട്. അച്ഛനെ നോക്കുമ്പോഴും അമ്മയെ നോക്കുമ്പോഴും അടുത്ത വീട്ടിലെ ആൾക്കാരെ നോക്കുമ്പോഴൊക്കെ ഒരേ മാതിരി അല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഏതൊരു വിഷയത്തിലാണെങ്കിലും നമുക്ക് നമ്മളെ ക്വാളിഫൈ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മളെ അനലൈസ് ചെയ്യുക, നമ്മൾ എന്താണെന്ന് തിരിച്ചറിയുക, അതിനെ നമ്മളൊന്ന് ടേബിള് സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനകത്തുനിന്ന് ഓരോന്നിനെ നമുക്ക് വെട്ടാൻ വേണ്ടി പറ്റണം. പിന്നെ നമ്മൾ എസ് ഓർ നോ പറയാനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. പിന്നെ നമുക്ക് സ്വയം മനസ്സിലാക്കണം, എന്റെ സിസ്റ്റത്തിൽ ഈ സാധനം ഇത്രയും കൂടിക്കഴിഞ്ഞാൽ എനിക്കത് നാളെ എന്ത് കാര്യം കൂടുതലായി കഴിഞ്ഞാൽ അറിയാലോ. അപ്പൊ അതിനെ മോഡറേറ്റ് ചെയ്ത് വെക്കണം എന്നുള്ള ബോധം ഉണ്ടായിരിക്കണം. പിന്നെ എന്റെ സ്വഭാവം എന്താണെന്ന് ഞാൻ തിരിച്ചറിയണം. കാരണം എനിക്ക് ചില ആളുകളോട് ഇപ്പം കൂടുതലൊരു ഇഷ്ടം തോന്നിയാൽ പോലും അവര് നമ്മളെ ഫോൺ ചെയ്തില്ല. ആലോചിച്ച് നോക്കി, ആളുകൾ ഭ്രാന്ത് പിടിക്കുന്നു. മനുഷ്യന് ഭ്രാന്ത് പിടിച്ചാലാണ് ഏറ്റവും വലിയ ഡേഞ്ചറാണ്. മറ്റു അനിമൽസിനേക്കാളും ഡേഞ്ചറസ് ആണ്. സൈക്കോ ആയിട്ടുള്ള ഒരാളുടെ കാര്യം ആലോചിച്ച് നോക്കൂ. അപ്പൊ ചില സാധനങ്ങൾ നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഏത് അവസ്ഥയിലേക്ക് പോകുന്നു ആലോചിച്ച് നോക്കിയേ. മാനസികമായിട്ട് ഭയങ്കര സ്ട്രെയിഞ്ച് ആയിട്ടായിരിക്കും നമ്മൾ ബിഹേവ് ചെയ്യുന്നത്. മനസ്സിലായോ? ഒരുപാട് ഈ കുറച്ച് നാൾ മുമ്പ് വരേക്കും നമ്മൾ പലയിടത്തും നമ്മൾ അങ്ങനത്തെ വിഷയങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ഒട്ടും നമുക്ക് നമ്മുടെ യുക്തിക്കും ചിന്തയ്ക്കും അതീതമായിട്ട് ആളുകൾ മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും കൊലപ്പെടുത്തുകയും സ്വന്തം വീട്ടിലുള്ള ആളുകളെയൊക്കെ ഇങ്ങനെയൊക്കെ ഉപദ്രവിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം ചില കാര്യങ്ങൾ കിട്ടാണ്ട് ആണ് അവർ അതങ്ങനെയൊക്കെ ചെയ്തതായിട്ട് നമുക്കറിയാം. ഓക്കെ. അപ്പൊ ഈ ലോകത്തെ എല്ലാ വിഷയങ്ങളെയും അനലൈസ് ചെയ്യുന്ന ഒരു മൈൻഡ്, വിഷയങ്ങളെ നമ്മൾ അറിയണം. കാരണം ഒരു പ്രോബ്ലം നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ആ പ്രോബ്ലത്തിൽ നിന്ന് പുറത്ത് കടക്കണമെങ്കിൽ അറിവ് വളരെ അത്യാവശ്യമാണ്, നോളജ് വളരെ അത്യാവശ്യമാണ്. നോളജ് ഉണ്ടെങ്കിൽ തിരിച്ചറിവ് ഉണ്ടാവും എന്നുള്ളതാണ്. തിരിച്ചറിവാണ് നമ്മളെ എസ്കേപ്പ് ചെയ്യാനായിട്ട് പഠിപ്പിക്കുന്നത്. ആ തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഉള്ളിൽ തന്നെ പറയും. ഇനി വേറൊരു സബ്ജക്ട് എന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ കലുഷമായിരിക്കുന്ന ഒരു പുഴ എന്ന് പറഞ്ഞാൽ ഇപ്പം മഴ പെയ്ത് വെള്ളം കുത്തി ഒലിച്ച് വരുന്ന ആ പുഴ എങ്ങനെയായിരിക്കും? കലങ്ങി മറിഞ്ഞ് കിടക്കുകയാണ്. ഈ കലങ്ങി മറിഞ്ഞ് കിടക്കുന്ന പുഴയിൽ നമുക്ക് അടിത്തട്ട് കാണാൻ പറ്റുമോ? ഒരിക്കലും കാണാൻ പറ്റില്ല. അതിന്റെ അടിയിൽ ഭംഗിയുള്ള ചെറിയ ചെറിയ ശംഖുകള്, കക്കകളൊക്കെ ഉണ്ട്. നല്ല രസമാണ് കാണാനായിട്ട്. മീനൊക്കെ ഇങ്ങനെ ഓടിക്കളിക്കും. ശാന്തമായിട്ടുള്ള പുഴയിൽ ഇങ്ങനെ വഞ്ചി തുഴഞ്ഞൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഞങ്ങളൊക്കെ ഒരുപാട് വഞ്ചി കയറി പോയിട്ടുള്ള ആൾക്കാരാണ്, അപ്പൊ അറിയാം. അപ്പൊ നമുക്ക് അടിത്തട്ട് കാണാൻ പറ്റും. വളരെ റിലാക്സേഷൻ ആണ്. നമ്മുടെ മനസ്സും അങ്ങനെ ശാന്തമായിരിക്കണം. അപ്പോഴാണ് പല വിഷയങ്ങളും നമ്മുടെ ഉള്ളിലേക്ക് വരുള്ളൂ. നമുക്കൊരു ഗൈഡൻസ് ഉള്ളിൽ നിന്ന് കിട്ടുന്നുണ്ട്. ആത്മഗുരു, നമ്മുടെ ആത്മാവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ സോളിനെ അറിയാം. ആ സോള് അത് നമ്മുടെ ഉള്ളിലെ ഇൻസ്ട്രുമെന്റ് നല്ലതും ചീത്തയും തിരിച്ചറിഞ്ഞ് കുറെ വിഷയങ്ങൾ നമ്മൾ ഇൻപുട്ട് കൊടുക്കും. നമ്മൾ കമ്പ്യൂട്ടർമാരെയാണല്ലേ. കമ്പ്യൂട്ടർ എന്ത് ചെയ്യും? കുറെ നോളജ് നമ്മൾ അങ്ങോട്ട് ടൈപ്പ് ചെയ്ത് കയറ്റി വിടും. എല്ലാ സാധനങ്ങളും അതിനകത്ത് ഇടും. പിന്നെ അത് റിഫ്ലക്ഷൻ, നമ്മൾ ആവശ്യമുള്ള സാധനം കൊടുക്കുമ്പോൾ അത് തിരിച്ചു വരില്ലേ? നമുക്ക് ആവശ്യമുള്ളത് സ്ക്രീനിൽ തെളിഞ്ഞു വരുമല്ലോ. അതേപോലെ നമ്മൾ കുട്ടിക്കാലം തൊട്ട് നമ്മുടെ ഈ സിസ്റ്റത്തിലേക്ക് ധാരാളം നോളജുകൾ നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ എക്സാം എഴുതുന്ന രീതി തന്നെ അങ്ങനെയാണല്ലോ. ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് ആൻസർ വരണം നമുക്ക് എഴുതാനായിട്ട്. അപ്പൊ അത്രയും ഡാറ്റകൾ ഉള്ളിലേക്ക് കളക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ പെട്ടെന്ന് കിട്ടും. അപ്പൊ അതേപോലെ നമ്മുടെ ആ ഡാറ്റ കറക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ, ശരിയായ സാധനം നമ്മുടെ ഉള്ളിലേക്ക് വരണമെങ്കിൽ നമ്മൾ അതുപോലെ റിലാക്സ്ഡ് ആയിരിക്കണം. അതിനാണ് മൈൻഡ്ഫുൾ, അതായത് ഹാപ്പിനെസ്. നമുക്ക് റിലാക്സ് ചെയ്തിടുമ്പോൾ നമുക്ക് ഉള്ളിന്റെ ഉള്ളിൽ ഒരു സന്തോഷം ഉണ്ടാവും. നമുക്ക് അതിനെ സെൻസ് ചെയ്യാൻ വേണ്ടി പറ്റണം. നമ്മുടെ ആത്മാവിനെ തൊട്ടറിയാൻ നമുക്ക് പറ്റണം. അല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല. ഇങ്ങനെ മറ്റുള്ള ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മളെ അറിയുമ്പോഴാണ് ശരിയായ ഉയർച്ച ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഞാൻ എന്നെ ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ ശ്രദ്ധിച്ചോളൂ. ഇപ്പൊ ഞാൻ എന്നെ വളർത്തണമെങ്കിൽ, ഞാൻ ഫേമസ് ആവണമെങ്കിൽ ഞാൻ വിചാരിക്കണം. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ വൈറലായി നിൽക്കുന്ന ആളാണ് രേണു സുധി എന്ന് പറഞ്ഞിട്ട്, അല്ലെ? അവരെ ഫോക്കസ് ചെയ്തപ്പോ അവര് ഉയർന്നു പോയി. നോക്കിയേ,
അവരെല്ലാവരും കുറ്റം പറയുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ അതിന്റെ ശക്തിയൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരാണ്. ഷീസ് ഫോക്കസ്ഡ് ഓൺലി ഹെർസെൽഫ്. അതാണ് അവരെ ഉയർത്തിയത്. ഇന്ന് കഴിഞ്ഞ ദിവസം ഒരാൾ പറയണ്ടായിരുന്നു, ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യുകയും പിന്നെ ഡയമണ്ടും പിന്നെന്താണ് റൈബാൻ ഗ്ലാസും ഇതൊക്കെ വെച്ച് പോകുമ്പോൾ അവർ വിജയിച്ചിരിക്കുന്ന ഒരു ലെവൽ അവർ കടന്നു പോയിട്ടുണ്ട്. എല്ലാവരും കുറ്റം പറഞ്ഞപ്പോഴും നല്ല തൊലിക്കട്ടിയായിരുന്നു അല്ലെ. മാനസികമായിട്ട് ഒരുപാട് പീഡിപ്പിച്ച് ഒത്തിരി കാര്യങ്ങൾ പെയിൻ കൊടുത്തു. പക്ഷെ അവർ അതിനൊന്നും മൈൻഡ് ചെയ്തില്ല. അവരുടെ ലക്ഷ്യത്തിൽ തന്നെ മുറുകെ പിടിച്ച് അവര് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പല സ്ഥലത്തും നമ്മൾ എന്താ പല ആളുകളും ഇപ്പൊ ഗുരുക്കന്മാരെ പ്രയർ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ മറ്റൊരു വ്യക്തിയാണ് നമ്മൾ ആ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാളാണ് ഉയരുന്നത് കേട്ടോ. അപ്പൊ അവർക്ക് വേണ്ടി നമ്മൾ പൈസ കൊണ്ടുപോയി കൊടുക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നു. നമ്മൾ ഉയരണമെങ്കിൽ നമ്മളെ തന്നെ ഫോക്കസ് ചെയ്യണം. നമ്മളെ ശ്രദ്ധിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ മാറ്റങ്ങൾ മനസ്സിലാവുന്നത്, നമ്മുടെ കുറവുകൾ മനസ്സിലാവുന്നത്, എവിടെയൊക്കെയാണ് ഞാൻ എന്നെ തന്നെ ഫില്ല് ചെയ്യേണ്ടത്, അറിവുകളിലൂടെ ഞാൻ എവിടെയാണ് എനിക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ടത് എന്റെ സിസ്റ്റത്തിൽ. അതൊക്കെ ചെയ്ത് നമ്മൾ വരുമ്പോഴാണ് നമ്മൾ ഉയർന്നു വരിക. മനസ്സിലായോ? അപ്പൊ അവിടെ നമ്മുടെ ആത്മഗുരു നമുക്ക് ഇൻഫർമേഷൻസ് തരുമ്പോ അത് കേൾക്കണമെങ്കിൽ നമ്മൾ റിലാക്സ് ചെയ്തിരിക്കണം. കലങ്ങി മറിഞ്ഞ് ദേഷ്യപ്പെട്ട് എന്താ പറയാ ഭയങ്കര അഗ്രസീവ് ആയിരിക്കുന്ന ഒരാൾക്ക് അവന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആത്മഗതം എന്താണോ അത് കേൾക്കാൻ പറ്റില്ല. ദേഷ്യപ്പെട്ടിരിക്കുന്ന ഒരാളോട് നമ്മൾ പറഞ്ഞാലും കേൾക്കില്ല, പുറത്തിരിക്കുന്നവര് പറഞ്ഞാലും കേൾക്കില്ല, ആര് പറഞ്ഞാലും കേൾക്കില്ല. പിന്നെ എങ്ങനെയാണ് അകത്തിരിക്കുന്ന ആള് പറഞ്ഞാൽ കേൾക്കുന്നത്? അപ്പൊ അതൊരു വലിയ മാറ്ററാണ്. എല്ലാ ആൾക്കാർക്കും അവരവരുടെ മൈൻഡ്ഫുൾനെസ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ അതിന് അറിവ് വേണം, നമ്മുടെ സിസ്റ്റത്തിന്റെ ക്ലാരിറ്റി വേണം, ഇന്റേണൽ പ്യൂരിഫിക്കേഷൻ വളരെ അത്യാവശ്യമാണ്, അത് വേണം. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ സ്വയം നിറയ്ക്കുമ്പോൾ എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് കണ്ണടച്ചിരുന്നാൽ നമ്മളെ തന്നെ ആ സ്വന്തം ശ്വാസത്തെ ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ആദ്യം ശ്രദ്ധിക്കണം. നമുക്ക് സ്വന്തം ശ്വാസത്തെ ശ്രദ്ധിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മൾ പുറത്തുള്ള കാര്യങ്ങൾ ചെയ്യാ? നമ്മളെ ആദ്യം തിരിച്ചറിയണം, സെൽഫ് അവയർനെസ് ഉണ്ടായിരിക്കണം. അപ്പൊ ഇത്തരത്തില് കാര്യങ്ങളൊക്കെ വരുമ്പോ എന്താന്ന് വെച്ചാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും, അയ്യോ ഞാൻ ഈ പോണ വഴി ശരിയല്ല. അപ്പൊ നമ്മുടെ ഉള്ളിൽ നിന്ന് പറയും, നീ ഇപ്പൊ പോണത് തെറ്റാട്ടോ, നീ ഇപ്പൊ ചെയ്യുന്നത് ശരിയല്ല. നീ വീട്ടുകാർ പറയുന്നത് കേക്ക്, അല്ലെങ്കിൽ അമ്മ പറയുന്നത് കേക്ക്, അല്ലെങ്കിൽ ഫ്രണ്ട്സ് പറയുന്നത് കേക്ക്. ഇങ്ങനെ പല നിർദ്ദേശങ്ങളും നമ്മുടെ ഉള്ളിൽ നിന്ന് വരും. ഈ നിർദ്ദേശങ്ങൾ കേൾക്കണമെങ്കിൽ നമ്മൾ അത് കേൾക്കാൻ കരുതിയ ഒരു മനസ്സോട് കൂടി ഇരിക്കുന്നവരായിരിക്കണം. നമ്മൾ നമ്മുടെ അമ്മയുടെ വയറ്റില് ഫോം ചെയ്ത സമയം തൊട്ട് ആ ജീവന്റെ തുടിപ്പ് നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്ന് തുടിച്ച് ഒരു 9 മാസം 9 ദിവസം എത്തിയപ്പോ നമ്മൾ പുറത്തേക്ക് വന്ന ആൾക്കാരാണ് അല്ലെ. അപ്പം മുതല് ഈ ഹാർട്ട് എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ ഉള്ളിലുണ്ടല്ലോ, ആ മെഷീൻ അപ്പൊ തൊട്ടേ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഉറങ്ങുമ്പോഴും അത് അതിന്റെ ജോലി ചെയ്യുന്നുണ്ട്. ഇല്ലേ? അപ്പൊ അതിന് നമ്മൾ എന്ത് കൊടുക്കണം? ഒരു ഹാർമണി കൊടുക്കണ്ടേ? അതിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഷട്ട് ഡൗൺ ചെയ്യാൻ പറ്റില്ല. മൊത്തം ഷട്ട് ഡൗൺ ചെയ്ത നമ്മൾ പിന്നെ വേറെ പേരിട്ട് വിളിക്കേണ്ടി വരും അല്ലെ. നമ്മുടെ സിസ്റ്റം മൊത്തം ഷട്ട് ഡൗൺ ആയാൽ പിന്നെ കഴിഞ്ഞു. അപ്പൊ നമ്മുടെ വീട്ടില് പല ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാവും. ഇപ്പൊ ഫ്രിഡ്ജും AC യും അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മുടെ വീട്ടിലുണ്ട്, ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ. പക്ഷെ നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ മെയിൻ സ്വിച്ച് നമ്മൾ ഓഫ് ആക്കില്ല. പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട ഫ്രിഡ്ജ് ഓഫ് ആക്കില്ല, അതിനുള്ളിൽ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഓഫ് ആക്കി കഴിഞ്ഞാൽ ചീത്തയായി പോകും. പിന്നെ സീറോ ബൾബ് ഒക്കെ ഉണ്ടെങ്കിൽ ചില ആൾക്കാർ ഇരുട്ടത്ത് കിടന്ന് ഉറങ്ങാൻ പേടിയാണെങ്കിൽ അവർ അതിട്ട് വെക്കില്ലേ. അപ്പൊ കുറച്ച് സാധനങ്ങൾ ഓൺ ആയിരിക്കും, ബാക്കിയുള്ളത് ഷട്ട് ഡൗൺ ചെയ്തിട്ട് ഉറങ്ങും അല്ലെ. അതാണ് നമ്മൾ ചെയ്യുന്നത് സ്ലീപ്പ് എന്ന് പറയുമ്പോൾ. നമ്മുടെ സിസ്റ്റത്തില് കുറച്ച് സാധനങ്ങൾ ഓൺ ആണ്, കുറച്ച് സാധനങ്ങൾ ഓഫാണ്. ഉണർന്നിരിക്കുന്ന ആളുകള് നമ്മളെ ഉണർത്തും, കണ്ട കരുതല്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഹാർട്ട് അതിങ്ങനെ അതിന്റെ സിസ്റ്റം അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, അത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ. അതൊരിക്കലും ഷട്ട് ഡൗൺ ചെയ്യുന്നില്ല. പക്ഷെ ഇന്ന് ഒരുപാട് പേര് മനഃപൂർവ്വം ഷട്ട് ഡൗൺ ചെയ്യിക്കുന്നുണ്ട്. 35, 30, 45, 40 വയസ്സിലൊക്കെ ഹാർട്ട് ബ്രേക്ക് ചെയ്ത് പല ആൾക്കാരും മരിച്ചു പോകുന്നുണ്ട്. അത് വലിയ നല്ല രീതിയിൽ തന്നെ ചിന്തിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണ്. അങ്ങനെ ഒരാളെ കേട്ട് നമ്മൾ അയാളുടെ ലൈഫ് സ്റ്റൈലിനെ നമുക്ക് ബാക്കിലേക്ക് പോയിട്ട് ഒരു റിസർച്ച് ചെയ്യാൻ പറ്റും. ഒരു കാര്യം നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം, എന്തുകൊണ്ടായിരിക്കും. നല്ല രീതിയിൽ നമുക്ക് ആൻസർ കിട്ടും. ഒന്നുമല്ല അവരുടെ ലൈഫിന്റെ കാര്യങ്ങളൊന്നും മോഡറേറ്റ് ആയിരിക്കില്ല, സ്ലീപ്പ് ചിലപ്പോൾ ഡിസോർഡർ ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഫുഡ്, അല്ലെങ്കിൽ അവർ ഭയങ്കര സ്ട്രെസ് ഉള്ള ആളായിരിക്കും, അത് മാനേജ് ചെയ്യാൻ അവർക്ക് പറ്റുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും തരത്തിലുള്ള അഡിക്ഷൻ അവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടാവും. അതിനെ സംബന്ധിച്ച് അവര് ചിലപ്പം വീക്കായിരിക്കും, പല വിഷയങ്ങളും ഉണ്ടാവും. അപ്പൊ നമ്മൾ അതൊക്കെ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമൊക്കെ ഉണ്ട്. മനസ്സിലായോ? അപ്പൊ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഉള്ളിലാണ് ആ ചാവി ഇരിക്കുന്നത്. അത് മറ്റൊരാളുടെ കയ്യിൽ കൊടുത്തിട്ട് ആർക്കും അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ മൈൻഡ്ഫുൾനെസ്സിന് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലെ മെഡിറ്റേഷൻ. എന്തിനാണ് മെഡിറ്റേഷൻ ചെയ്യണത്? ഹാർട്ടിന് വേണ്ടിയിട്ടാണ്. ഹാർട്ട്ഫുൾ മെഡിറ്റേഷൻ.
ഹാർട്ടിനെ റിലാക്സ് ചെയ്ത് കൊണ്ടുവരാണ്. നമുക്ക് കംപ്ലീറ്റ് ഷട്ട് ഡൗൺ ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മുടെ മൊബൈലിൽ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യില്ലേ, ഷട്ട് ഡൗൺ ചെയ്തിട്ടല്ലല്ലോ ചെയ്യുന്നത്. റീസ്റ്റാർട്ട് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ഷട്ട് ഡൗൺ ചെയ്യുന്നില്ല, പക്ഷെ അതിന്റെ സിസ്റ്റം ഒന്ന് റീഫ്രഷ് ചെയ്തിട്ട് അത് തിരിച്ചു വരും. അതേപോലെ നമുക്കും അത് അത്യാവശ്യമാണ്. നമ്മൾ വളരെ ഒന്നും ചെയ്യാണ്ട് ചുമ്മാ ഇരിക്കുമ്പോഴാണ് നമുക്ക് കുറെ വിഷയങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരും കേട്ടോ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മള് ഇന്റേണൽ പ്യൂരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ കുളിക്കുന്നോ എന്താ ചെയ്യണേ, സോപ്പിട്ട് കുളിക്കുന്നു, സ്പ്രേ അടിക്കുന്നു, കുറെ കാര്യങ്ങൾ ചെയ്യണ്ടാവും അല്ലേ. നമുക്കറിയാം എന്താ, വേറെ നമ്മൾ വേർത്ത് കുളിച്ചൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരാളുടെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് സ്മെല്ലൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അതൊക്കെ നല്ല നീറ്റായിട്ട് ഹൈജീൻ നമ്മൾ നോക്കും. ബ്രഷ് ചെയ്യാണ്ട് ആരും ഇറങ്ങി ഓടി പോകുന്നില്ലല്ലോ. കാലത്ത് എണീറ്റ ബ്രഷ് ചെയ്യണം നമുക്ക് നല്ല ബോധമുണ്ട്. അല്ലെങ്കിൽ യൂറിൻ അല്ലെങ്കിൽ മോഷനും ഒക്കെ കളയണം, തലേ ദിവസത്തെ വേസ്റ്റ് എടുത്ത് ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ള ബോധമൊക്കെ നമുക്കുണ്ട്. ഒക്കെ നമ്മൾ ചെയ്യും. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ തോട്ട് പൊല്യൂഷനെയും കൊണ്ടല്ലേ നടക്കുന്നത്. എപ്പോഴെങ്കിലൊക്കെ കയറിക്കൂടിയ അഴുക്കുകളെ ക്യാരി ഫോർവേഡ് ചെയ്ത് താലോലിച്ചുകൊണ്ട് നടക്കാണ്. എന്തെങ്കിലും ഗുണമുണ്ടോ? ഒരു ഗുണമില്ല. ഡെയിലി നമ്മുടെ സിസ്റ്റത്തിലേക്ക് റീച്ച് ആവുന്ന കണ്ടാമിനേഷൻസിനെ നമ്മൾ റിലീസ് ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മുടെ ന്യൂറോൺസിന് തലയിൽ പ്രശ്നമാണ്. കൂടുതൽ ചില ആൾക്കാർ തല പൊട്ടിപ്പോണെന്ന് അവര് തന്നെ ഭാരം കയറ്റി വെച്ചിരിക്കുക, അവരെ പൊട്ടിപ്പോവാതിരിക്കും. കുറെ ടോക്സിൻസ് ഉള്ളിൽ കയറ്റി വെച്ചിരിക്കുകയാണ്, ആവശ്യമില്ലാത്ത ചിന്തകള്, അനാവശ്യമായിട്ടുള്ള ഒരുപാട് സാധനങ്ങള് കയറ്റി വെച്ചിരിക്കുക. വല്ല ആവശ്യമുണ്ടോ? അതിനൊക്കെ റീസ്റ്റാർട്ട് ചെയ്ത് വിടണം എല്ലാ ദിവസവും. അതുപോലെ നമ്മുടെ സെൽ മെമ്മറീസ്, നമ്മുടെ ശരീരത്തിന്റെ അനാട്ടമി ഭയങ്കര ഇമ്പോർട്ടന്റാ. നമ്മൾ അനാട്ടമി പഠിച്ചിരിക്കണം. നമ്മൾ എന്താ ചെയ്യാന്നറിയോ, അനാട്ടമി നമുക്കുള്ളതല്ല, ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ഒക്കെ വേണ്ടിയിട്ടാ. സയൻസ് പഠിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ അനാട്ടമി. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നിങ്ങളുടെ ബോഡി സിസ്റ്റം നിങ്ങൾ ആദ്യം പഠിക്കുക. നമ്മുടെ സ്റ്റൊമക് ബാഗ് എവിടെ ഇരിക്കുന്നത്, നമ്മുടെ ബോഡിയിൽ ഓരോ അവയവങ്ങൾ എവിടെയാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ആദ്യം അത് പഠിക്കണം കേട്ടോ. ഈ ഗ്രൂപ്പിൽ എത്ര പിള്ളേരുണ്ടെങ്കിൽ എത്ര ആൾക്കാരുണ്ടെങ്കിലും സ്വന്തം ശരീരത്തിനെ കുറിച്ച് നിങ്ങൾ ആദ്യം പഠിക്കണം. അതാണ് നമുക്ക് ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ എന്താണെന്ന് നമ്മൾ അറിയണം. നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളെ കുറിച്ച് അറിയണം. അതിനകത്തുള്ള സ്റ്റിറോയിഡുകൾ എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു, ഓരോ ഹോർമോൺസിനെ കുറിച്ച് അറിയണം. നമ്മുടെ ബോഡിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ഫിസിക്കൽ ബോഡി, ഓക്കെ. അത് കഴിഞ്ഞ് പിന്നെ ആരാണ്, മെന്റൽ ബോഡി, മാനസികമായിട്ട് നമ്മുടെ സൈക്കിക് ആയിട്ടുള്ള. അപ്പൊ നമുക്കറിയാലോ 3 തരത്തിലുള്ള അസുഖങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് സൈക്കോസൊമാറ്റിക്, സൈക്കിക്, പിന്നെ സൊമാറ്റിക് ഡിസോർഡേഴ്സ്. ചില ആൾക്കാര് ബോഡി മാത്രം നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ബോഡിയിൽ കാണുന്ന ചില വിഷയങ്ങളെ കണ്ടിട്ട് അവര് ഭയങ്കര സ്ട്രെസ് ആയിട്ട് ടെൻഷൻ അടിച്ച് നടക്കും. ചിലത് ഊഹാപോഹങ്ങൾ ഉണ്ടാക്കി അവര് തന്നെ അവരുടെ ജീവിതം വികൃതമാക്കുന്ന വേറെ കുറെ ആൾക്കാരുണ്ട്. നമ്മൾ സൈക്കോ എന്നൊക്കെ പറയില്ല, അതുപോലത്തെ. പിന്നെ രണ്ടും കൂടി. ഇപ്പം അവർക്കറിയാം സ്മോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവുക, ലിവർ സിറോസിസ് ഒക്കെ വരുന്ന അറിഞ്ഞൂടെ. ഇത് അറിഞ്ഞിട്ടും സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കുക. മനസ്സിലായോ? ഒരു റീതിങ്കിങ്ങിന് അവർ തയ്യാറല്ല. അവർക്കറിയാം അവരുടെ സിസ്റ്റം. നമ്മളെപ്പോഴും സിനിമയൊക്കെ കാണുമ്പോൾ കാണാല്ലേ, കുറച്ച് ശ്വാസകോശം അരിപ്പ പോലെ ആവും എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതെല്ലാം അറിയും, സിനിമയെ കണ്ട് ഇതൊക്കെ കാണുന്നുണ്ട്. ജ്യൂസൊക്കെ എടുത്ത് കറുത്ത സാധനമൊക്കെ എടുക്കുന്നതൊക്കെ ഇവര് കാണുന്നുണ്ട്. എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് പിന്നെയും എടുക്കുന്നത് ഈ സാധനം തന്നെയായിരിക്കും. എന്നിട്ട് ടെൻഷൻ അടിക്കും, നിർത്താൻ തയ്യാറല്ല. മനസ്സിലായില്ലേ? അപ്പൊ പലതരത്തിലാണ് ഈ അസുഖങ്ങളെ ക്യാരി ഫോർവേഡ് ചെയ്യുന്നത്, മാനസികമായിട്ടുള്ള രോഗങ്ങൾ കൊണ്ട് നടക്കുന്നത്. പിന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ. ഇതിന്റെയൊക്കെ ഉത്തരവാദിത്തം സ്വന്തമായിട്ടുള്ളതാണ് കേട്ടോ. മറ്റുള്ളവർക്ക് ആർക്കും അതിനകത്ത് ഒരു ബന്ധവും ഇല്ല. പിന്നെ ആൾക്കാർ പറയും അവര് കാരണം ഞാൻ ഇങ്ങനെയായി, ഇവര് കാരണം അങ്ങനെയായി. ഇതൊന്നും പറയാൻ പാടില്ല. കാരണം എന്താണെന്നറിയോ, ഒരാളുടെ ജീവിതം അവർക്കിടെ സ്വന്തമാണ്. മറ്റൊരാൾ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ ഒരാള് കിണറിൽ ചാടാൻ പറഞ്ഞ നമ്മൾ ആരെങ്കിലും ചാടുമോ? എന്നിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യും. അതില് ഒരു അർത്ഥമൊന്നുമില്ല. സ്വന്തം ജീവിതത്തിന് വാല്യൂ കൊടുക്കുന്നവൻ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ക്വാളിഫൈ ചെയ്യുന്നത്. നമ്മൾ ക്വാളിഫൈ ചെയ്യുന്നത് എക്സാമിനും നമ്മുടെ മറ്റുള്ള ഇതായിട്ട് എന്താ പറയാ, ജോബ് ഓറിയന്റഡ് ആയിട്ടോ, അതിൽ നമ്മൾ ചെയ്യുന്ന പ്രൊഡക്ഷൻ, അതൊക്കെ അല്ല. ക്വാളിഫൈ ചെയ്യുന്നത് സ്വന്തം ജീവിതം നമ്മൾ ക്വാളിഫൈ ചെയ്യണം. ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി. ക്വാണ്ടിറ്റി മീൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും, നമ്മളിപ്പോ ഒരു ഫുഡാണ് നമ്മുടെ ബേസ്. ഒരു മനുഷ്യന്റെ ബേസ് എന്ന് പറഞ്ഞാൽ ഫുഡാണ്. അപ്പൊ അവൻ ഫുഡ് എടുക്കുമ്പോ അവൻ എന്തായിരിക്കണം, ആ ഫുഡിനെ ക്വാളിഫൈ ചെയ്യണം, അതിന് ക്വാണ്ടിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോഴാണ് അവന് ഹെൽത്ത് ഇഷ്യൂസ് ഇല്ലാണ്ടിരിക്കുള്ളൂ. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. ധാരാളം കുഴപ്പമൊന്നുമല്ല, സ്വയം സൃഷ്ടിക്കുന്നതാ. ഓക്കെ. പിന്നെ മാനസികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മളെ കുറിച്ച് തിരിച്ചറിയണം. ഞാൻ ആവശ്യമില്ലാണ്ട് ഒരു സാധനത്തിനെ പിടിച്ച് അത് യൂസ്ഡ് ആയി കഴിഞ്ഞാൽ എനിക്ക് അതിൽ നിന്ന് വിട്ടുപോരാൻ ബുദ്ധിമുട്ടാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവാൻ ശ്രമിക്കണം.
അപ്പൊ അറിവാണ് ഏറ്റവും വലിയൊരു കാര്യം. നമ്മൾ മാക്സിമം നോളജുകളിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ കൂടെയുള്ള ആളുകൾക്കും അത്തരത്തിലുള്ള അറിവുകൾ കൊടുക്കാൻ വേണ്ടി നോക്കണം. ഓക്കെ. കാരണം ചില ആൾക്കാർ ഞാൻ പറഞ്ഞില്ലേ, വളരെ പാവം പിടിച്ച ആൾക്കാരായിരിക്കും. അവരുടെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് അനുസരിച്ച് അവർ എന്തെങ്കിലും മനസ്സിൽ വിട്ട് കഴിഞ്ഞാൽ അവർക്കത് പുറത്തേക്ക് കളയാൻ അറിയില്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടാവും. ഇപ്പൊ നമ്മള് ഇപ്പൊ ഞാൻ ഇന്ന് രാവിലെ പറയണ്ടായി, കാരണം വെസ്റ്റേൺ കൾച്ചറൊക്കെ ഇവിടെ ഒരുപാട് അഡോപ്റ്റ് ചെയ്യാൻ തുടങ്ങി. അവിടെയാണെങ്കിൽ ഒരു ഏജ് ആവുമ്പോഴത്തേക്കും ഒരു 7 പാർട്ട്നേഴ്സിനെങ്കിലും അവര് മാറും അല്ലെ. ഒരു 6 വർഷമൊക്കെ കൂടുമ്പോ അവർക്ക് ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് അവർ മൂവ് ചെയ്യും, വീടും മൂവ് ചെയ്യും, അവരുടെ പാർട്ട്നേഴ്സും മാറി മാറിയൊക്കെ വരും. വളരെ അപൂർവമാണ് ഒരാളിന് തന്നെ ജീവിതം തീർന്നു പോകുന്നത്, അല്ലെങ്കിൽ അവർക്ക് വന്നു പോകുന്നതും അങ്ങനെ പല കാറ്റഗറി ആ ഒരു ലൈഫ് സ്റ്റൈൽ അങ്ങനെ കുറെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ എല്ലായിടത്തും ഇല്ല, ചില ആൾക്കാരൊക്കെ വളരെ നന്നായി ജീവിക്കുന്നവരൊക്കെ ഉണ്ടാവും. അത്തരം സാധനങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ MSW കഴിഞ്ഞ ആൾക്കാർക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റി പുറത്തേക്കായിരുന്നു അല്ലെ. അപ്പൊ അവർക്ക് ഒരു സമയം വരുമ്പോൾ ഒറ്റപ്പെടലിന്റെ കാര്യം ഉണ്ടാവും. അപ്പം ആരും നോക്കാനില്ലാത്തതുകൊണ്ട് അവരുടെ ഗവൺമെന്റ് ഒക്കെ അവർക്ക് വീടും അതുപോലെ ഓർഫനേജുകളും, അത് ഓരോ കാറ്റഗറി അനുസരിച്ച് ഡിസബിലിറ്റീസ് ഉള്ളവരെ അല്ലാത്തവരെ അങ്ങനെ പല രീതിയിൽ കാറ്റഗറൈസ് ചെയ്തിട്ട് അവരെ താമസിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള ആൾക്കാർക്ക് ജോബ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇതേപോലെ സിസ്റ്റം ഇവിടെയും ഇപ്പൊ നമ്മുടെ ഈ ടോപ്പിക്കിന്റെ അടിസ്ഥാനത്തിലും അതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പല ആളുകളും ഇവിടെ ഒരു മാറ്റം ഉണ്ടായില്ലെങ്കിൽ ഒരു സമയം കഴിഞ്ഞാൽ നമുക്ക് വിദേശത്തേക്കൊന്നും ജോലി അന്വേഷിച്ചൊന്നും പോകണ്ട, ഇവിടെ തന്നെ നമുക്ക് നല്ല ക്ലയന്റിനെ കിട്ടും. മനസ്സിലായില്ലേ? ഒരു 10-15 വർഷം, ഒരു 10 years കൂടെ പോയാൽ മതി എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോഴത്തേക്ക് നമുക്ക് നന്നായിട്ട് ഇവിടെ നമുക്ക് നല്ല ബിസിനസ് ഒക്കെ ഉണ്ടാക്കാം, നല്ല ചാകര ഇവിടെ ഉണ്ടാവും. അതാണ് കാരണം. എന്താ വെച്ചാൽ ഇതൊക്കെയാ പ്രശ്നം. ഈ ചില ആൾക്കാർക്ക് അതിനെ മൈൻഡ് മാനേജ്മെന്റ് അറിഞ്ഞിരിക്കണം. മനസ്സിലായോ? ഇതിനുള്ളിലിരിക്കുന്ന ആൾക്ക് നമ്മൾ റെസ്പെക്ട് കൊടുക്കണം. സെൽഫ് റെസ്പെക്ട് ഇല്ലാത്തതാണ് പല പ്രശ്നത്തിന്റെയും പ്രോബ്ലം. അപ്പൊ അത് നമ്മൾ ക്ലിയർ ഔട്ട് ചെയ്യണം. ഓക്കെ. ഇനി ദൈവവിചാരം, അതും വളരെ അത്യാവശ്യം. അത് വേണം, അതില്ലാണ്ട് ഇവിടെ ഒന്നും നടക്കില്ല കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറയാം, എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. നമുക്ക് ഏത് മതത്തിലായിക്കോട്ടെ അതിലൊരു വിശ്വാസത്തിൽ ജീവിക്കാനായിട്ട് നമ്മൾ പഠിക്കണം. അതിനെ നമ്മൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ. ഈശ്വരന്റെ കൃപ ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. ആരെന്തൊക്കെ ആയി എന്ന് പറഞ്ഞാലും ഒന്നും ആവില്ല. സത്യമായിട്ടും ഞാൻ പറയാം, ഒന്നും ആവില്ല. അപ്പൊ നമുക്ക് 3 ബോഡി ഉണ്ട്. ആത്മീയമായിട്ടുള്ള പാർട്ട് എത്രമാത്രം സ്ട്രോങ് ആവുന്നോ ആ സ്ട്രെങ്ത് കൂട്ടുമ്പോ ഈ ഫിസിക്കൽ ബോഡീനെയും ഈ മെന്റൽ ബോഡീനെയൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാൻ ഈസിയാണ്. ഇതൊന്നും ഇല്ലാത്ത ആൾക്കാർക്കാണ് ബുദ്ധിമുട്ടാണ്. അവര് ലോസ്റ്റ് സോളുകളാണ്. ആ സോളിന് ക്വാളിറ്റി ഇല്ല. മനസ്സിലായോ? ഇപ്പൊ ഞാനെന്ന വ്യക്തി ഈ ഭൂമിയിലേക്ക് വന്നു. ഇപ്പൊ നമ്മള് സാധാരണഗതി പറയാറുണ്ട്, ശുദ്രനായിട്ട് ജനിച്ചാലും ബ്രാഹ്മണനായിട്ടാണ് ജീവിക്കേണ്ടത്. മനസ്സിലായോ? ശുദ്രനാന്ന് പറഞ്ഞാൽ അറിയാലോ, താഴ്ന്ന ഇതിൽ ജനിച്ചാലും നമ്മൾ ക്വാളിറ്റി ഉള്ള ആളായിട്ട് ജീവിക്കണം എന്ന്. നമ്മൾ എവിടെ ജനിച്ചു, എങ്ങനെ ജനിച്ചു എന്നുള്ള ഇവിടെ പ്രശ്നമൊന്നുമല്ല. ഇപ്പൊ താമര വളരണത് എവിടെയാ? നല്ല ചെളിക്കുണ്ടിലാണ് അത് ഉണ്ടാവുന്നത് അല്ലേ. അതിനകത്ത് എല്ലാം ഉണ്ട്. കുളത്തിലെ എല്ലാ സാധനവും ഉണ്ടാവില്ലേ? അതിൽ നിന്നാണ് ഈ താമര വരുന്നത്. എന്നിട്ട് ഇത് എവിടെ പോയിരിക്കുന്നത്? ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള, ഇപ്പൊ സാധാരണ ഇതിൽ ക്ഷേത്രത്തിലാണല്ലോ നമ്മൾ കാണുന്നത്, ഭഗവാന്റെ നെറുകെ പോയിരിക്കുകയാണ് പുള്ളി. അപ്പൊ അത് എവിടെ നിന്ന് വന്നു എന്നുള്ളതൊന്നും പ്രശ്നമല്ല. നമ്മൾ എങ്ങനെ നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോയി തീർക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ക്വാളിഫൈ ചെയ്യണം, നമ്മൾ അറിഞ്ഞിരിക്കണം ഏത് കൂട്ടിലാണ് ഞാനുള്ളത്, ആരുടെ സറൗണ്ടിങ്സിലാണ് ഞാനുള്ളത്, എന്റെ കൂടെയുള്ള വ്യക്തികളുടെ ക്വാളിറ്റി അറിഞ്ഞു വേണം അവരുടെ കൂടെ പോവാനായിട്ട്. പിന്നെ നമ്മൾ പണ്ട് പറയാറുണ്ട്, ഒരു വേശ്യയായ ഒരു സ്ത്രീയുടെ കൂടെ നടന്നാൽ നമ്മൾ വേശ്യയായി പോവില്ല. ഞാൻ വിചാരിക്കണം, ഇവള് പോകുന്നുണ്ട്, ഇവൾക്ക് പൈസയൊക്കെ കിട്ടുന്നുണ്ട്, അന്ന് ഞാനും അങ്ങനെ പോയേക്കാം, എനിക്കും കാശ് കിട്ടുമല്ലോ എന്ന് ചിന്തിച്ച് അവള് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്താൽ മാത്രമേ നമ്മൾ അതുപോലെ ആവുള്ളൂ. അല്ലാതെ ഇപ്പൊ അവരുടെ കൂടെ കൂട്ടുകൂടി എന്ന് വിചാരിച്ചിട്ട് അവരോട് സംസാരിച്ചു എന്ന് വിചാരിച്ചിട്ട് നമ്മളൊന്നും ആവാൻ പോകുന്നില്ല. നമുക്കൊന്നും സംഭവിക്കില്ല. അവര് മനുഷ്യരല്ലേ. അപ്പൊ അതേപോലെ ഇപ്പോഴത്തെ കാലഘട്ടത്തില് നമുക്കറിയില്ല നമ്മൾ ഏത് ഗ്രൂപ്പിലാണ് ചെന്നുപെടുന്നത്, ഏത് ഇൻഡിവിജ്വലിന്റെ കൂടെയാണ് നമ്മൾ ഒരു ചങ്ങാത്തം കൂടുന്നത്. ആ വ്യക്തിയുമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവരെ ക്വാളിറ്റി നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റണം. അത് നിനക്ക് നല്ല ക്വാളിറ്റി ഉണ്ടോ എന്ന് അങ്ങനെ ചോദിക്കല്ല. അവരുടെ പല പല വിഷയങ്ങൾ നമ്മൾ ഇടപെടുമ്പോൾ അവർ ചെയ്യുന്നത് കാണുമ്പോഴൊക്കെ നമുക്ക് സ്വന്തം തിരിച്ചറിയാൻ പറ്റും, ഇത് ശരിയല്ല കേട്ടോ, ഇവരുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ നമുക്കൊരു ബോധം ഉണ്ടാവില്ലേ, നമ്മുടെ കോൺഷ്യസ് വർക്ക് ചെയ്യണം. അപ്പൊ അവിടെയാണ് മറ്റേ ദൈവ കൃപ, ഈശ്വര വിശ്വാസം, ഈശ്വരന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞത്. അത് ആ നല്ല സ്വബോധം നമുക്ക് തരും. അപ്പൊ നമുക്ക് മനസ്സിലാവും, ഈ ഗ്രൂപ്പിൽ നിന്നാൽ സെറ്റ് ആവില്ല, ശരിയാവില്ല, ഇവിടെ പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ എനിക്ക് പറ്റിയ സ്ഥലമല്ല അത് എന്ന തിരിച്ചറിവോട് കൂടി അവരവരുടെ കുടുംബത്തേക്ക് പോരാൻ പറ്റണം. ഇനി അതിലൊക്കെ ഉപരി എന്ന് പറഞ്ഞാൽ വീട്ടിലിരിക്കുന്ന അപ്പൻ അമ്മ എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിലിരിക്കുന്ന മക്കൾ എന്ന് പറയുന്നത് അതൊരു പട്ടം പോലെയാണ്. ആ പട്ടത്തിനെ അങ്ങോട്ട് നിങ്ങൾ എവിടെ വേണേലും നിങ്ങൾക്ക് പറഞ്ഞു വിടാം, പട്ടം പോട്ടെ അങ്ങോട്ട്, അതിന് വേണ്ട എല്ലാ സപ്പോർട്ടും കൊടുക്കുക. പക്ഷെ പട്ടത്തിന്റെ ചരട്
അപ്പന്റെയോ അമ്മയുടെയോ കയ്യിലായിരിക്കണം. അല്ലെങ്കിൽ വീട്ടിൽ ആരാണോ മുതിർന്ന ആൾക്കാരുള്ളത് ആ വ്യക്തിയെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു വ്യക്തി, അത് വളരെ സ്നേഹത്തോടെ പല രീതിയിൽ നമുക്ക് അവരെ നമ്മളിലേക്ക് തിരിച്ചു കൊണ്ടുവരാനൊക്കെ പറ്റും. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ജീവിതത്തിൽ സ്വാതന്ത്ര്യമുണ്ട്. എല്ലാ സ്ഥലത്തും നമുക്ക് പോണം അല്ലേ? നമ്മൾ വിദേശത്തൊക്കെ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് സ്ട്രേഞ്ച് ആയിട്ട് തോന്നുന്നത് 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും വരെ പിള്ളേരെ ഉള്ളിലിട്ട് വീടിന്റെ അകത്തിട്ട് ഇങ്ങനെ പഠിപ്പിക്കുകയും അച്ഛനും അമ്മയും പൊതിഞ്ഞു പൊതിഞ്ഞു വെച്ചിരിക്കുന്ന കുട്ടികളെ ഒരു സുപ്രഭാതത്തില് 12ാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റ വിടലാണ് പുറത്തേക്ക്. എനിക്കറിയാൻ പാടില്ല. അത് നല്ല കാശുള്ള ആൾക്കാർ, പൈസയൊക്കെ ഉണ്ട്, അവർക്ക് ഏത് സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാനായിട്ടൊക്കെ പറ്റുമെന്നുണ്ടെങ്കിൽ ഓക്കെ ആയിരിക്കും. അതല്ലെങ്കിൽ അവരുടെയൊക്കെ ജീവിതം എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത് നമ്മൾ ഇവിടെ ഇരുന്ന് അറിയുന്നില്ല. പക്ഷെ ചില കൺട്രീസിൽ പോയ ചെറിയ ചെറിയ എക്സ്പീരിയൻസ് ഉണ്ട് എനിക്കൊക്കെ. നമ്മളത് എനിക്കത് വളരെ ക്വസ്റ്റ്യൻ മാർക്കാണ്. എന്താണെങ്കിലും എനിക്കറിയില്ല കേട്ടോ. എനിക്ക് പോയിട്ട് ഇതൊന്നും ശരിയായിട്ടില്ല. ഞാൻ വേഗം അതൊക്കെ തിരിച്ചു പോകും. എനിക്ക് അവിടെ ഒന്നും നിൽക്കാൻ പറ്റിയിട്ടില്ല. അതിപ്പോ എന്റെ ഒരു ഇതായിരിക്കാം. പക്ഷെ എന്നാലും ഞാൻ ചിന്തിക്കുകയാണ്, സഫീഷ്യന്റ് ആയിട്ടുള്ള മണിയും കാര്യങ്ങളും ഇല്ലെങ്കിൽ ഇവരെങ്ങനെയൊക്കെ ആയിരിക്കും അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. നന്നായിട്ട് ജീവിക്കട്ടെ, നന്നായിട്ട് ഇരിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ആർക്കും അൺനെസസറി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയും കടന്നു പോകാനുള്ള അനുഭവങ്ങൾ എടുക്കാനുള്ള അവസരം ഉണ്ടാവല്ലേ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പം ഇതാണ് മെയിൻ ആയിട്ട് എനിക്ക് ഈ റിക്കവറി ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളെ കുറിച്ച് നമ്മളുടെ എപ്പോഴും ഞാൻ പറയുന്നത്, സെൽഫ് വാല്യൂ കൊടുക്കുന്ന വ്യക്തികൾ എവിടെ പോയാലും ഏത് സിറ്റുവേഷനിൽ പോയാലും തെറ്റും ശരിയും അവർക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും, അവർക്ക് റിട്ടേൺ അടിക്കാൻ പറ്റണം. മറ്റുള്ളവരെ കൂട്ടുപിടിച്ച് അധികം കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്യൂരിഫിക്കേഷൻ, ഇന്റേണൽ പ്യൂരിഫിക്കേഷൻ, നമ്മുടെ ഉള്ളില് ഒരുപാട് കണ്ടാമിനേഷൻസ് ഡെയിലി വേസ്റ്റ് ഉണ്ടാവും. പരമാവധി നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഇൻവോൾവ്മെന്റ് കൊടുക്കാണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇപ്പം ചില ടെംപ്റ്റേഷൻസ് വരും നമുക്ക്, അതും നമ്മളെ കുറെ പ്രശ്നത്തിൽ കൊണ്ട് ചാടിക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ യൂസ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവുമല്ലോ, അങ്ങനെയൊക്കെ. ഇപ്പൊ നമ്മുടെ ചുറ്റിനുള്ള നമ്മുടെ ഇപ്പൊ കോളേജിലെ പിള്ളേര്, നമ്മുടെ മക്കൾ ഇതെല്ലാം കേൾക്കുന്നുണ്ടെങ്കിൽ അവര് സ്വയം തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് പുറത്തു കടന്നു വരിക എന്നുള്ളതാണ്. അതൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ എന്താണ് ഡിസ്ട്രിക്ട് വൈസും സ്റ്റേറ്റ് വൈസും ഒക്കെ ഒത്തിരി പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നത് ഇപ്പൊ. മനസ്സിലായോ? പക്ഷെ ഒരു കാര്യമാണ്, എന്തൊക്കെ കേട്ടാലും പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ല എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ ഇതൊന്നും കേട്ടിട്ട് ഒരു കാര്യമില്ല. അവിടെ എന്താ സംഭവിക്കണോ, ഒരു പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടാവില്ല. ഓക്കെ. അപ്പൊ നമ്മളെ കേൾക്കുന്നവര് സ്വയം ചിന്തിക്കുക, എനിക്ക് എന്റെ ജീവിതത്തെ ക്വാളിഫൈ ചെയ്യണം, എന്റെ മനസ്സും ശരീരവും ഒക്കെ ആ പ്യൂരിറ്റി നിലനിർത്താൻ ശ്രമിക്കുന്ന ആൾക്കാർ, അതൊക്കെ വീട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ. കുറെയൊക്കെ നമ്മുടെ ഫാമിലിയിൽ നിന്ന് ഉണ്ടാവേണ്ടതാണ്. നമുക്ക് കുറെ ഓർഡറും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ ആണെങ്കിലും കുറെ നല്ല വാല്യൂസ് കുട്ടികൾക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെവിടെ പോയാലും അതിനെ നിലനിർത്തിക്കൊണ്ട് അവർക്ക് തിരിച്ചു വരാൻ പറ്റും എന്നുള്ളതാണ്. എന്തായാലും 5 പോയിന്റ്സും അല്ലെങ്കിൽ ഞാനെന്ന എന്റെ പ്രസ്ഥാനവും ഒക്കെ അത്തരത്തിലുള്ള ക്ലാസ്സുകളെ ക്വാളിറ്റി ചെയ്യുന്ന എല്ലാ കോളേജുകളിലേക്കും സ്കൂളുകളിലേക്കും ഇതിന്റെ എക്സ്റ്റൻഷൻ, പ്രാക്ടിക്കൽ ആൻഡ് തിയററ്റിക്കൽ വേർഷൻ കുട്ടികൾക്ക് നല്ല രീതിയിൽ ഒരു ബാക്ക് സപ്പോർട്ട് കിട്ടുന്ന പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മളത് ചെയ്യുന്നത് കായകൽപ്പ യോഗ ആൻഡ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടാണ് അതിന്റെ ക്യാപ്ഷൻ തന്നെ. അത് വളരെ ചെറിയ ഫീസിൽ, ഒന്നും ഫ്രീ ആയിട്ട് കൊടുക്കരുതെന്നാണ്. അപ്പൊ ഒരു ചെറിയ ഒരു പേയ്മെന്റ് ഒക്കെ വെച്ചിട്ട് നമ്മൾ അത്തരത്തിലുള്ള ക്ലാസ്സുകൾ അത് വളരെ നമ്മൾ അതിനെ എന്താ പറയാ വിഷ്വലൈസ് ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ്. നിങ്ങളുടെ ജീവിതം എന്താണെന്ന് ഓപ്പൺ ആക്കി കൊടുക്കുകയാണ്. നിങ്ങൾക്ക് മിറർ ഇമേജ് കിട്ടും നിങ്ങൾ എന്താണ് എന്നുള്ളത്. നമ്മൾ സ്വയം മനസ്സിലാക്കാനും നമ്മളെ ഈശ്വരന്റെ ആ ബ്ലെസ്സിങ്സ്, ആ കൃപയൊക്കെ നമ്മളിലേക്ക് വരുന്നതും, അത് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ തന്നെ ഇറങ്ങി ആഴത്തിൽ നമ്മളെ മനസ്സിലാക്കാനുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും പിന്നെ ജീവിതത്തിൽ ചില വിഷയങ്ങൾ മോഡറേറ്റ് ചെയ്യണം. അതിന്റെ നമ്മുടെ റിസോഴ്സുകൾ, നമ്മുടെ നിലനിൽപ്പിന്റെ ആധാരം, അതുപോലെ നമുക്ക് മരണഭയം ഇല്ലാതിരിക്കുക എന്നുള്ളതൊക്കെയാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു മനോഹരമായിട്ടുള്ള സെഷൻസ് ഒക്കെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒരുപാട് നമ്മളെ ക്വാളിഫൈ ചെയ്യാനും ജീവിതത്തെ നല്ല നിലയ്ക്ക് നമുക്ക് ഫ്ലറിഷ് ചെയ്യാൻ പറ്റണം അല്ലേ? തടസ്സങ്ങൾ നമ്മുടെ ബോഡിയിൽ വന്ന, ഇപ്പൊ പുറത്ത് നമ്മൾ നടന്നു പോവുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് തടസ്സങ്ങൾ ഉണ്ടാവുന്നില്ലേ? ഇതേപോലെ തടസ്സങ്ങൾ നമ്മുടെ ഉള്ളിലും ഉണ്ട്, എനർജിയുടെ ബ്ലോക്സ് ഒക്കെ ഉണ്ടാവും. ഓക്കെ. അപ്പം നമുക്ക് ചില ചിന്തകൾ നമ്മളെ ഡിസ്ട്രോയ് ചെയ്യും. ഇപ്പൊ റിക്കവറിയുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നത് പലതരത്തിലുള്ള മാനസിക സംഘർഷങ്ങളായിട്ട് വരുന്ന ആൾക്കാര്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അഡിക്ഷൻസിനെ ചെയ്യാനായിട്ട്, ഒന്നെന്ന് പറഞ്ഞാൽ അഡിക്ഷൻ മാറ്റാനായിട്ട് നമുക്കൊരു സൈക്കോളജിക്കൽ മൂവ്മെന്റ് ഉണ്ട്. നമ്മൾ തലയണ മന്ത്രം എന്നൊക്കെ പറയില്ലേ,
അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ സ്വഭാവത്തിൽ കയറിയിട്ട് ഒരു ഓപ്പറേഷൻ നടത്തുകയാണ് ചെയ്യണത്. അതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഇപ്പം ഒരു ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരാള് കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ അയാൾ ഉറക്കത്തിലേക്ക് പോകുമ്പോൾ അയാളുടെ വേണ്ടപ്പെട്ട ആൾക്കാർ അയാളുടെ ചെവിട്ടിലിരുന്നിട്ട് മർമർ ചെയ്യാണ് ആ ആൽക്കഹോളിനെ വേറെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് സാധനമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇയാളുടെ ഇതിലേക്ക് ഇൻജെക്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു ടെക്നിക്ക്. ഇപ്പൊ നമ്മള് അതിന്റെ സ്മെല്ല് വേറെ എന്തെങ്കിലും രീതി, ഇപ്പൊ ചീഞ്ഞ മുട്ടയുടെ മണം, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു സാധനത്തിനെ ബേസ് ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഇയാൾക്ക് ബോധത്തിലല്ലല്ലോ, ഇയാള് പകുതി മയക്കത്തിലാണല്ലോ, ആൽഫ സ്റ്റേറ്റ് ഓഫ് മൈൻഡിലായിരിക്കും അയാൾ ഉണ്ടാവുക. അപ്പൊ ഈ ഇഞ്ചക്ഷൻ ഈ ഇത് ഇങ്ങനെ കൊടുക്കുമ്പോ അയാൾ ഇതിങ്ങനെ ഫീഡ് ചെയ്യുന്നുണ്ടാവും. പിന്നെ അത് ഏറ്റു കഴിഞ്ഞാൽ ഇയാൾ ഈ സാധനം കുടിക്കാൻ എടുക്കുമ്പോ ആ സ്മെല്ലായിരിക്കും വരിക. അപ്പൊ അയാൾ അതിനെ ത്രോ ചെയ്ത് കളയുന്നത്. ഒരു സിനിമ ഉണ്ടായിരുന്നു, മറ്റേ ആരുടെ ആയിരുന്നു, നയൻതാരയുടെ ഒരു മൂവി ഉണ്ടായിരുന്നു. അയാൾ അമ്മയുടെ മടിയിൽ കിടന്ന് ഈ കുട്ടി കിടന്ന് ഉറങ്ങുമ്പോ വേറൊരാൾ വന്നിട്ട് എന്ത് ചെയ്യും, അയാളുടെ നെഗറ്റീവ് ആയിട്ടുള്ള സ്റ്റോറിയാണ്, അയാൾ ഒരാൾക്കാർ ഉപദ്രവിക്കുന്നതും കൊല്ലുന്നതൊക്കെ ആയിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ട് ഈ പെൺകുട്ടിയുടെ അമ്മയുടെ അടുത്തൊക്കെ ഷെയർ ചെയ്യുന്നു. അൺഎക്സ്പെക്ടഡ് ആയ ചില വിഷയങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇതെല്ലാം ഈ കുട്ടീന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ എടുത്തെടുത്തെടുത്ത് ആ കുട്ടി പിന്നീട് ആൾക്കാരെ ഇതാക്കുന്ന രീതിയിൽ വലുതാവുമ്പോൾ അവരുടെ മെമ്മറിയിൽ കയറി കിടക്കുന്ന കാര്യങ്ങൾ അവരുടെ ജീവിതത്തെ വല്ലാതെ ഒരു വേറൊരു അവസ്ഥയിൽ കൊണ്ടുപോകുന്ന ഒരു മൂവി. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് വളരെ പവർഫുൾ ആണ്, അറിയാലോ. അപ്പൊ അതിന് കൊടുക്കുന്ന ഡാറ്റ കറക്റ്റ് ആയിട്ട് ഇതുപോലെയൊക്കെ ഇങ്ങനത്തെ മെസ്സേജുകളൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇവർ ഇതിങ്ങനെ പിന്നെ എടുത്തു കുടിക്കാൻ നേരത്തെ അവർക്ക് ആ സ്മെല്ല്, മോശമായ ഒരു സ്മെല്ല് സെൻസ് ചെയ്യുമ്പോൾ അവരതിൽ നിന്ന് തന്നെ പുറത്തു കിടക്കുന്ന ഒരു രീതി. അപ്പൊ അത് ബിഫോർ ആൻഡ് ആഫ്റ്റർ ബെഡ് 10 മിനിറ്റ് ഉറക്കത്തിന് മുമ്പും പിമ്പും നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഒരു ആൽഫ സ്റ്റേറ്റ് ആണ്, മയങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥ. ആ അവസ്ഥയിൽ നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ അതെന്താ സംഭവിക്കുക, സബ് കോൺഷ്യസ് മൈൻഡ് ഫീഡിങ് ടൈം ആണ് അത്. എന്ത് കൊടുത്താലും അത് പൊട്ടിമുളച്ചോളൂ, അവിടെ കിടക്കും അതിനകത്ത്. അങ്ങനെ അപ്പൊ അതിൽ നമുക്ക് ഒരു റിക്കവറി ആ രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനത്തെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അത് ആരെങ്കിലും ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്തു കൊടുക്കുന്നതൊക്കെ നല്ലതായിരിക്കും, അങ്ങനത്തെ ഒരു കാര്യം. പിന്നെ യൂഷ്വലി നമ്മളിവിടെ ചെയ്യുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ എയർ ക്ലൻസിങ് ആണ്. നമ്മൾ ഈ മെസ്സേജുകളെല്ലാം ഒരു എനർജിയുടെ ഫോമിലാണല്ലേ വരുന്നത്. ഇപ്പൊ നമ്മൾ ഇമോഷണലി ഭയങ്കര എന്താ പറയാ, ചില ആൾക്കാർ ഇമോഷണലി ഭയങ്കര വീക്കായിരിക്കും, പെട്ടെന്ന് എന്തെങ്കിലും പറഞ്ഞാൽ കിടന്ന് കരയും, വേഗം കരയണ ആൾക്കാര്. അവർ ഇമോഷണൽ ബീയിങ്സിന്റെ ഫുഡാണ് അവര്. അവരുടെ ബ്ലഡിൽ വരെ ആ ഇമോഷണൽസ് അലിഞ്ഞു ചേർന്നിട്ടുണ്ടാവും. ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു കഴിഞ്ഞാൽ അതിനകത്തൊക്കെ കണ്ടാമിനേഷൻസ് വരും, ബ്ലഡിൽ വരെ അലിയുന്നാണ് പറയണ കേട്ടോ. അപ്പൊ നമ്മൾ പ്യൂരിഫൈ ചെയ്യുമ്പോ നമ്മുടെ ബ്ലഡ് ശുദ്ധീകരിക്കണം, നമ്മുടെ സിസ്റ്റം മൊത്തം ക്ലീൻ ചെയ്യണം, ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല. അത് ആളുകൾക്ക് എപ്പോഴും അതാണ്, നമ്മളിപ്പോ ഈ പള്ളി പോയി അല്ലെങ്കിൽ എന്തിനാണ് അച്ഛനെ തലക്ക് പിടിപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ മറ്റേ ഇതൊക്കെ തളിച്ചിട്ട് അച്ഛൻ ബ്ലസ് ചെയ്യണം, എന്തിനാ ആ നെഗറ്റീവ്സ് ഒക്കെ ബോഡിയിൽ നിന്ന് കളയാനൊക്കെ വേണ്ടിയിട്ടല്ലേ. സ്പിരിച്വലി കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യില്ലേ. അതുപോലെ നമുക്ക് നമ്മുടെ എനർജിയെ, നമ്മുടെ ബ്ലഡിനെ ശുദ്ധീകരിക്കാം, നമ്മുടെ സെല്ലുകളെ ശുദ്ധീകരിക്കാം, നമ്മുടെ ബോൺ മാരോസ്, നമ്മുടെ ബോഡിയിലെ എല്ലാ ഫ്ലൂയിഡുകള്, സ്റ്റിറോയിഡുകൾ, ഇതൊക്കെ ശുദ്ധീകരിക്കണം നമ്മൾ, ഇല്ലെങ്കിൽ ഒന്നും ശരിയാവില്ല. അതൊക്കെ അതിനകത്ത് കെട്ടിക്കിടന്ന വലിയ പ്രശ്നമായിരിക്കും. ആ ഇമോഷണൽസിൽ എപ്പോഴും ഇങ്ങനെ പെട്ടെന്ന് വീണു പോകുന്ന ആൾക്കാര്, അവർക്ക് ചിലപ്പോൾ ഫിനാൻഷ്യലി ഗ്രോത്ത് ഉണ്ടാവില്ല, അറിയാമോ. എപ്പോഴും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അപ്പം നമ്മുടെ ഉള്ളിലെ നമ്മുടെ സിസ്റ്റം കറക്റ്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്താൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ബോഡിയുടെ എനർജി കറക്റ്റ് ആയിട്ട് ബാലൻസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്തുണ്ടാവുള്ളൂ, നമുക്ക് ഫിനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ, നമുക്ക് അഭിവൃദ്ധി ഉണ്ടാവുള്ളൂ, നമ്മൾ നന്നായിട്ട് ഫ്ലറിഷ് ചെയ്യുള്ളൂ, ആളുകളിലേക്ക് റീച്ച് ചെയ്യുള്ളൂ. നമുക്ക് അല്ലെങ്കിൽ തടസ്സങ്ങളും ഇതൊക്കെ വരും, അതൊന്നും പാടില്ല. ഓക്കെ. അപ്പൊ ആ ക്ലെൻസിങ് ചെയ്യുന്നത്, പിന്നെ ചില ആൾക്കാർക്ക് ചില മെസ്സേജുകൾ നമ്മളെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടാവില്ലേ. ആളുകൾ പറയുന്ന പല കാര്യങ്ങളും ആലോചിച്ച് ചിലരോട് പറയില്ലേ, കുട്ടിക്കാലത്ത് എനിക്ക് എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, പണ്ടത്തെ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇപ്പൊ കിടന്ന് പറയുന്ന ടീമുകളൊക്കെ ഉണ്ട്. അതൊക്കെ അവരുടെ ഇമോഷണലി അവർ അറ്റാക്ക് ചെയ്യുവാണ് വീണ്ടും വീണ്ടും. എന്നിട്ട് ആ ഫീലിങ്സ് മാറാൻ വേണ്ടി ഈ അഡിക്ഷന്റെയും അതിന്റെ ഇതിന്റെയും പുറകിലൊക്കെ, ഈ ഡ്രഗ്സിന്റെയും അതിന്റെ ഇതിന്റെയൊക്കെ പുറകിൽ പോണ ആൾക്കാരുടെ ഒക്കെ സ്റ്റോറി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്, സ്നേഹം കിട്ടുന്നില്ല. അവരങ്ങനെ എങ്ങനെ ഓരോ റീസൺ ഉണ്ടാക്കുകയാണ്. പിന്നെ ചിലത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഗ്യാതറിങ്ങിലൂടെ ചെയ്യുന്ന കുറെ ആക്ടിവിറ്റീസ്. അത് അതൊക്കെ ഭയങ്കര ഇതല്ലേ, നമുക്ക് വളരെ സ്ട്രെയിഞ്ച് ആണ്. അപ്പൊ എനിക്ക് ഇത്രയും പറയാനുള്ളത്. അപ്പം സാധാരണഗതിയിൽ നമ്മൾ പറയുന്നത് എയർ ക്ലൻസിങ് ചെയ്യാം. ഈ തോട്ടിന് നമ്മുടെ ന്യൂറോൺസിനെ, നമ്മുടെ പാറ്റേൺ ബ്രേക്കിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പാറ്റേൺസിനെ ബ്രേക്ക് ചെയ്യാൻ നോക്കുക. ചില ബുദ്ധിമുട്ടുകൾ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ, ചില വിഷയങ്ങൾ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ, ചില ശീലങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ
നമ്മള് ജസ്റ്റ് ഒന്ന് സ്വിച്ച് ചെയ്ത് പതുക്കെ അടുത്ത സ്ഥലത്തേക്ക് മാറുക. ചില ആൾക്കാർ ടൂറൊക്കെ പോവില്ലേ, പിക്നിക് ഒക്കെ പോവില്ലേ, ആ തോട്ട് പാറ്റേൺ അതിനൊന്ന് റീഫ്രഷ് ചെയ്തിട്ട് എവിടെയെങ്കിലൊക്കെ ഒന്ന് കറങ്ങി അടിച്ച് വരുന്ന ഒരു രീതിയൊക്കെ ഉണ്ട് ആളുകൾക്ക്. എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കണം, ഞാൻ പോവാണെന്നൊക്കെ പറഞ്ഞിട്ട് പോവില്ല ആൾക്കാർ, അങ്ങനെയൊക്കെ പോയി വരും. അതൊക്കെ ചെയ്യാം. പിന്നെ ക്ലെൻസ് ചെയ്യുന്നത്, ഇപ്പൊ നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു കാര്യമാണ്, നമ്മുടെ നോസ്ട്രൽ ത്രൂ നല്ലോണം എയർ എടുത്തിട്ട് ആ എയറിനെ പുറത്തേക്ക് അതുപോലെ തന്നെ പുഷ് ചെയ്ത് കളയുന്ന ഒരു രീതിയുണ്ട്. ഇറ്റ്സ് വെരി പവർഫുൾ. നമ്മുടെ സിസ്റ്റത്തിനെ നന്നായിട്ട് നമുക്ക് ക്ലെൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ ചില അഡിക്ഷൻസ് ഒക്കെ സൂപ്പറായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യുന്ന ഒരു കാര്യമാണ് കോഡ് കട്ടിംഗ് ഒക്കെ ചെയ്യുന്നത്. ആ സാധനവും നമ്മളും തമ്മിലുള്ള ബന്ധത്തെ കട്ട് ചെയ്യാം കേട്ടോ. അതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് കോഡ് കട്ട് ചെയ്യുക എന്ന് പറയുന്നത്. അത് ഏഞ്ചൽ തെറാപ്പി എന്ന് പറഞ്ഞിട്ട് ഒരു തെറാപ്പി എന്നാണ് നമ്മൾ ആ കോഡ് കട്ട് ചെയ്യുന്നത്. അപ്പോ നമ്മൾ അതിനൊക്കെ നമുക്ക് എന്ത് വേണം, ബേസിക്കലി മെഡിറ്റേഷൻ അത്യാവശ്യമാണ് കേട്ടോ. അത് ഹിബ്രു ലാംഗ്വേജിലാണ് അതുള്ളത്, ക്രൈസ്റ്റിന്റെ, അറിയാലോ. അതിനകത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കോഡ് കട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അപ്പം ഇത്തരത്തിലുള്ള ടെക്നിക്കുകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതുണ്ട്. നോക്കിയേ, നാസൽ ത്രൂ എയർ എടുത്തിട്ട് നന്നായിട്ട് പുറത്തേക്ക് ആ എയറിനെ പുഷ് ചെയ്ത് കളഞ്ഞിട്ട് കുറച്ചു നേരം റിലാക്സ് ചെയ്തിരിക്കുക. അങ്ങനെയൊക്കെ നമുക്ക് പെട്ടെന്ന് മെഡിറ്റേഷനിലേക്കൊക്കെ പോകാൻ വേണ്ടി പറ്റും. ഒരു മെഡിറ്റേഷൻ ടെക്നിക്ക് ഞാൻ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊന്ന് കാണിച്ചു തരാട്ടോ, എന്നിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ ഈ തമ്പ് ഈ ചെവിയുടെ അകത്ത് വെക്കുക. ഈ ചെറിയ വിരല് ഇതേ ഇവിടെ ചിന്നിന്റെ അവിടെ, ഇത് ഇവിടെ അപ്പർ ലിപ്പിന്റെ അവിടെ വെക്കാം. പിന്നെ അതാ മിഡിൽ ഫിംഗർ, ഇതിന് ഇൻഡെക്സ് ഫിംഗർ നമ്മുടെ പുരുകത്തിന്റെ മുകളിലാണ്. എന്നിട്ട് നമ്മുടെ ഐബോള് നന്നായിട്ട് കണ്ണ് തുറന്നു വെക്കുക. രണ്ട് സൈഡിലേക്കും കണ്ണിന്റെ ഐബോൾസിനെ മൂവ് ചെയ്യിക്കണം കേട്ടോ. മൂവ് ചെയ്യിക്കുക. അതിനോടൊപ്പം തന്നെ ഒരു ഹമ്മിങ്ങും കൂടെ ചെയ്യാം. എന്ന് പറഞ്ഞ് നമ്മള് വണ്ട് മൂളുന്ന പോലെ ഒരു ഹമ്മിങ് കൊടുക്കുക. ഈ ഐബോൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക, നമ്മുടെ കണ്ണിനും കാതിനും വെയിറ്റ് വരും, ഭാരം വരും. അങ്ങനെ കണ്ണിങ്ങനെ അടഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷൻ വരെ ഒരു 7 പ്രാവശ്യമൊക്കെ നമ്മൾ ഹമ്മിങ് കൊടുക്കണം. അങ്ങനെ ഒരു മൂവ് ചെയ്ത് നമ്മൾ കണ്ണിങ്ങനെ പതുക്കെ അടയുന്ന ഒരു അവസ്ഥ കണ്ടുകഴിഞ്ഞാൽ കണ്ണടച്ച് അവിടെ വെച്ചോ. മെഡിറ്റേഷൻ ഒന്നും ഒരു പ്രാക്ടീസ് ഇല്ലാത്ത ആൾക്കാർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. 20 മിനിറ്റ്സ് മിനിമം നമുക്ക് അതുപോലെ ഇരിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അങ്ങനത്തെ ഒരു ചെറിയ സിമ്പിൾ ടെക്നിക്കാണ് ഈസി ടു മെഡിറ്റേറ്റ് എന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ ഇരിക്കാം. ഓക്കെ, ആ മെഡിറ്റേഷനിൽ ഇരിക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകളെ ഒന്ന് ജസ്റ്റ് ബ്രേക്ക് ചെയ്തു, സ്വസ്ഥമായിട്ട് റിലാക്സ്ഡ് മാനറിൽ ഇരുന്നു. അതിനുശേഷം നമ്മുടെ ഇന്നർ സെൽഫിനെ കേൾക്കാൻ വേണ്ടി നോക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന ഗൈഡൻസ് അനുസരിച്ച് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നമുക്ക് ഒന്നിനും വിട്ടുപോകാൻ പറ്റാത്ത അവസ്ഥയുണ്ട്, അത് നമുക്ക് ആവശ്യമില്ല, എനിക്കത് വേണ്ട, പക്ഷെ അത് എന്റെ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഇതിനെ എനർജിയെ നമ്മൾ ജസ്റ്റ് ലെഫ്റ്റ് കൈ നേവലിൽ വെച്ചിട്ട് പതുക്കെ ആ എനർജിയെ കട്ട് ചെയ്ത് കളയാം, സൈഡ് ബാക്ക് അങ്ങനെ. ഓക്കെ, അപ്പൊ അത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു സൈക്കോളജിക്കൽ പ്രാക്ടീസ് ആണ്, നല്ല രീതിയിലുള്ള റിസൾട്ടുകളൊക്കെ കിട്ടും. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ കുറെ മൊഡ്യൂൾസ് ഒക്കെ ഉണ്ട്, കുറെ ടെക്നിക്സും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ എന്നെ കേട്ടിരുന്ന ഇത്രയും നേരം എന്നെ ശ്രവിച്ചവർക്ക് എന്തെങ്കിലും മനസ്സിലായോ, ഇഷ്ടപ്പെട്ടോ എന്നൊന്നും എനിക്ക് അറിയില്ല. ബട്ട് ഞാൻ കുറെ കാര്യങ്ങൾ, ഇപ്പൊ 1 മണിക്കൂറല്ലേ നമുക്കുള്ളൂ, അപ്പൊ ഒത്തിരി കാര്യങ്ങളൊന്നും നമുക്ക് ഒന്നും പറയാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ കുറച്ച് കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചു എന്ന് മാത്രം. നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ ഇങ്ങനെ തംസപ്പ് ഒക്കെ വരുന്നുണ്ട്, അപ്പൊ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കാം. എനിക്കൊരു സ്ക്രീൻഷോട്ട് എടുത്തു തരണേ. എല്ലാവരും അൺമ്യൂട്ട് ചെയ്തിരിക്കാൻ പറ്റില്ലേ? എല്ലാവരും സുന്ദരികളും സുന്ദരന്മാരും ഒക്കെ ഒന്ന് ക്യാമറ ഓൺ ചെയ്യുവാണെങ്കിൽ കാണായിരുന്നു. അപ്പൊ ആരും സുന്ദരനും സുന്ദരന്മാരും ഒന്നും അല്ലേ, ഞാൻ മാത്രമേ ഉള്ളൂ സുന്ദരിയായിട്ട്. ഹലോ, കണ്ടാ നമ്മുടെ ചങ്കുകള് ഇങ്ങോട്ട് വന്ന വരവ് നോക്കി, എന്താ. ഞാൻ ഇത്രയും ക്ലാസ് ഒക്കെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. നമ്മളെന്നും ക്ലാസ് എടുക്കലാണ്. എല്ലാവരും കിച്ചൺ വർക്കിലൊക്കെയാണ് മാം, അതാണ് കിച്ചൺ വർക്കിലൊക്കെ ആയതുകൊണ്ടാണ് ഈ മ്യൂട്ട് ചെയ്തിട്ടിരിക്കണേ. മനസ്സിലായി, അറിയാം. ഞാൻ പിന്നെ ചുമ്മാ പറഞ്ഞതാ. എടാ മറ്റേ ആ കൊച്ച് രുക്മ ഒരു വീഡിയോ ഇത് എടുക്കോ, എന്താണ് സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട് മാം. ഓക്കെ. അപ്പൊ എല്ലാവർക്കും സന്തോഷം. ആരെങ്കിലും എന്നെ കേട്ടതിൽ എന്തെങ്കിലും ഒന്ന് തിരിച്ചു പറഞ്ഞ ഒരു സന്തോഷത്തിൽ നമുക്ക് ഇറങ്ങി പോവായിരുന്നു. വളരെ നല്ലതായിരുന്നു പോലെ. ഗുഡ് ഈവനിങ് മാം.
ഇന്ന് നമുക്ക് വേണ്ടി മൈൻഡ്ഫുൾനെസ്സിനെയും ആൻഡ് മെഡിറ്റേഷൻ ഫോർ റിക്കവറി എന്നൊരു ടോപ്പിക്കിനെ പറ്റിയിട്ട് നല്ല ഭംഗിയായിട്ടൊരു സെഷൻ എടുത്തു തന്ന നമ്മുടെ സ്മിത മാമിന് ഒരുപാട് നന്ദി. നമുക്ക് ഈ സെഷൻ വഴിയിട്ട് കുറെ കാര്യങ്ങളാണ് അറിയാൻ പറ്റിയത്. മാം കുറെ എൻ്റെ ഒപ്പം കുറെ എക്സാമ്പിൾസും പറഞ്ഞു തന്നപ്പോൾ നമുക്ക് അപ്പപ്പോൾ ഉള്ളത് അപ്പപ്പോൾ ക്ലിക്കായി പോകുന്നുണ്ടെന്ന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അഡിക്ഷനെ പറ്റിയിട്ടും ഒരു വ്യക്തി എന്ന നിലയിൽ അയാളുടെ സിസ്റ്റം എന്താണെന്ന് അയാളുടെ ഗോൾ എന്താണെന്ന് മനസ്സിലാക്കുന്നതിനോട് പറ്റിയും പിന്നെ മോഡറേറ്റ് നമ്മുടെ ലൈഫിൽ ആ കാര്യങ്ങൾ മോഡറേറ്റ് ചെയ്യുന്നതിനെ പറ്റിയും ഇന്റേണൽ പ്യൂരിഫിക്കേഷനെ പറ്റിയും പോസിറ്റീവും നെഗറ്റീവും കാര്യങ്ങൾ തോട്ട്സ് ഒക്കെ അനലൈസ് ചെയ്യുന്നതിനെ പറ്റിയും മെഡിറ്റേഷൻ എങ്ങനെ ഒരാളുടെ ബോഡി മൈൻഡിനെ റിഫ്രഷ് ആക്കും എന്നുള്ള കാര്യങ്ങളും മൈൻഡ് മാനേജ്മെന്റും പിന്നെ എയർ ക്ലെൻസിങ്ങിന്റെ കാര്യമൊക്കെ പറഞ്ഞു തന്ന മാമിന് ഒരുപാട് നന്ദി. ഒരുപാട് എക്സാമ്പിൾ വെച്ചിട്ടാണ് പറഞ്ഞത്, അത് വെരി ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഫ്രീഡം ഫ്രോം അഡിക്ഷൻ എന്ന് പറഞ്ഞ ഈ ഒരു വർക്ക്ഷോപ്പ് നടത്തി കഴിഞ്ഞ സ്മാർട്ട് ഇന്ത്യ ഫൗണ്ടേഷന് ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഈ ഒരു സെഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. കുറെ കാര്യങ്ങൾ നമുക്ക് സ്മിത മാം വഴി അറിയാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത കുറെ നോളജ് നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ അത് ഇനിയും പ്രാവർത്തികമാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ഓ റിജോയെ, എനിക്ക് വളരെ സന്തോഷമുണ്ട് കേട്ടോ, കുറെ പോയിന്റ് ഔട്ട് ചെയ്തൊക്കെ പറഞ്ഞു. എന്തായാലും